പല റെസ്റ്റോറൻറ്റ്സും വലിയ നിലയ്ക്കൊക്കെ തുടങ്ങിയിട്ട് പൂട്ടിപ്പോകുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നതാണ്, പ്രത്യേകിച്ച് കാലിക്കറ്റ് പോലുള്ള. നമ്മളുടെ റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകത തന്നെ ബേസിക്കലി വി ഡോണ്ട് ഹാവ് എ ഷെഫ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. എന്താണ് ശരിക്കും ഫുഡ് ടെക് കമ്പനി? ആക്ച്വലി കം ടു ദ 50th ഫ്ലോറിലൊക്കെയാണ് ഞാൻ നേരെ വന്ന് ലാൻഡ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് എ ഫൗണ്ടിംഗ് ഡയറക്ടർ ഓഫ് ദിസ് കമ്പനി. ബാംഗ്ലൂരിലെ പല IT കമ്പനീസിനേക്കാളും കൂടുതൽ റവന്യൂ ഉള്ള ഒരു ഔട്ട്ലെറ്റ് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബിസിനസ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ബിസിനസ്. റിലാക്സ് പോലെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എത്ര കാശ് ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മളുടെ പാഷൻ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഹണി റോസ് പോകാത്ത ഇവന്റ്സ് ഉണ്ടാവില്ല. NRIയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു വർഷം ഓപ്പൺ ആവുന്ന റെസ്റ്റോറന്റിൽ 90% റെസ്റ്റോറന്റും 5 വർഷം കൊണ്ട് ഏകദേശം ക്ലോസ് ആവുന്നു. സോ ഗ്രിൽ റെസ്റ്റോ കഫേ എന്ന പുതിയൊരു ആശയമായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ഗ്രില്ലാക്സ് കഫേയുടെ CEO ആയിട്ടുള്ള ഷജിൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സർ, വെൽക്കം ടു us. വെൽക്കം. ഒരു നോർമൽ റെസ്റ്റോറന്റ് എന്ന രീതിയിൽ നിന്നിട്ടും ഒരു ഫുഡ് ടെക് കമ്പനി എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എപ്പോഴും ഗ്രില്ലാക്സ് അറിയപ്പെടുന്നത്. സർ, ആക്ച്വലി നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എന്താണ് ശരിക്കും ഫുഡ് ടെക് കമ്പനി എന്ന്? ഒരു ഫുഡ് ടെക് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫുഡ് ടെക് കമ്പനി എന്ന് പറഞ്ഞാൽ ബിസിനസ്, സാധാരണയുള്ള ബിസിനസ്സുകൾ ഒരു ട്രഡീഷണൽ ബിസിനസ്സിനെ അവർ ഒരു കുറച്ചും കൂടി സസ്റ്റൈനബിൾ എഫക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് മോഡലായി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുള്ള ബിസിനസ്സിലാണ് നമ്മൾ ആക്ച്വലി ഫുഡ് ടെക് കമ്പനി എന്ന് വിളിക്കുക. എന്നാൽ ഹ്യൂമൻ ഡിപെൻഡൻസി പൊതുവെ കുറവാണ് ബിസിനസ്സിലാണ് നമ്മളത് വിളിക്കുക. അപ്പോൾ ആ ഒരു സെൻസിൽ വി ആർ ഡെഫിനറ്റ്ലി ഫുഡ് ടെക് കമ്പനി. എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത തന്നെ ബേസിക്കലി വി ഡോണ്ട് ഹാവ് എ ഷെഫ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. ഷെഫ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഹ്യൂമൻ ഡിപെൻഡൻസി ഈസ് വെരി വെരി ലെസ്. ഓക്കെ, വി ഹാവ് ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് നള്ളിഫൈഡ് ഇറ്റ്. വി ഡോണ്ട് ഹാവ് എനി ഡിപെൻഡൻസി. ഷെഫ്സ് ഇല്ലാതെ എങ്ങനെ ഞങ്ങൾ ബിസിനസ് മാനേജ് ചെയ്യുക? ഐ മീൻ കിച്ചൺ മാനേജ് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റനാണ് നമ്മൾ പൊതുവെ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഷെഫ് ഇല്ല എന്ന് പറയുമ്പോൾ വീവ് കൈൻഡ് ഓഫ് എ സെറ്റ് ഓഫ് എ പ്രോസസ്. ഒരു പ്രോസസ്സ് നമുക്ക് ബാക്കിൽ ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ വി യൂസിങ് എ ലോട്ട് ഓഫ് precision machineries and a little bit of technology to nullify the human dependency. Okay. ഈ സ്റ്റെപ്സ് ആണോ നിങ്ങൾ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിംഗ്? അതെ. ഓക്കെ, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന എനി layman can actually be a chef in our restaurant. നമ്മുടെ കിച്ചണിൽ ആർക്കും പോവാം. ഇപ്പോ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും നമ്മൾ ആരും നിൽക്കുകയാണെങ്കിലും നമുക്ക് വി ക്യാൻ ബി എ ഷെഫ്. നമ്മൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ആക്ച്വലി അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ശരിക്കും ആ ഒരു പ്രോസസ് വരുന്നത്? ആക്ച്വലി പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി വി ആർ എ ഗ്രിൽ ഫുഡ് കമ്പനി. വി ആർ വിത്തിൻ ദാറ്റ് ഗ്രിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ ഉള്ളിൽ. അതിന് പുറത്ത് നമ്മൾ ഒരിക്കലും പോകില്ല. വി ഡോണ്ട് സെർവ് എനി ഫ്രൈഡ് ഫുഡ്. വി ഡോണ്ട് ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ഈവൻ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും നമ്മൾ സെർവ് ചെയ്യില്ല. വി ആർ ആക്ച്വലി വിത്തിൻ ദാറ്റ് ഗ്രിൽ എന്നാണ് കോൺസെപ്റ്റിലുണ്ട്. അപ്പോൾ നമ്മളുടെ മീറ്റ് ആണെങ്കിൽ നമുക്ക് വി ഹാവ് എ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടുന്ന് നമ്മളുടെ സ്പെസിഫിക്കേഷനിൽ കട്ട് ചെയ്തിട്ട് അത് ബേസ് മാരിനേറ്റ് ചെയ്ത് അതിന് കുറച്ച് പ്രോസസിംഗ് ഉണ്ട്. -80°C ട്രാവൽ ചെയ്യണം, എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കിച്ചണിലുള്ള ഷെഫ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ whoever is actually going to be standing in that kitchen ആ പെർട്ടിക്കുലർ ഡേയിലുള്ള ആള് അതെടുത്തിട്ട് നമ്മൾ പറയുന്ന ഒരു എമൗണ്ടിൽ നമ്മുടെ ഫൈനൽ മാരിനേഷൻ അത് വെച്ചിട്ട് നമ്മൾ ഗ്രിൽ മെഷീനിൽ വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഒരാളെ ഡിപ്പെൻഡ് ഇല്ല. നമുക്ക് ആരും ഇല്ലെങ്കിലും റൺ ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറന്റ് ആണ്. ഒരു ഹ്യൂമൻ ഡിപെൻഡൻസി കുറവാന്നുള്ളതിനേക്കാളും വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ശരിക്കും ഈ ഒരു പ്രോസസ് കൊണ്ടുള്ളത്? അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കേലബിലിറ്റി ഇസ് മച്ച് ഹയർ കമ്പയർഡ് ടു ട്രഡീഷണൽ റെസ്റ്റോറന്റ്. ട്രഡീഷണൽ റെസ്റ്റോറന്റിൽ സ്കേലബിലിറ്റി ഇസ് നോട്ട് മച്ച് ഹയർ ജസ്റ്റ് ബിക്കോസ് അവർക്ക് ഒരു ഷെഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ ഒരു മേജർ സ്റ്റാഫിനെ ഒരു മെയിൻ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റെസ്റ്റോറന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റാഫ് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറന്റിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ഡിപ്പെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് ടെക് കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കെയിലബിലിറ്റി ഇസ് മച്ച് ഹയർ. വി ക്യാൻ റൺ എ ബിസിനസ് എനിവേർ ഇൻ ദ വേൾഡ്. US-ലാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും നമുക്ക് ഒരുപോലെ. അപ്പോൾ ഈ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഗ്രിൽഡ് ഐറ്റംസ് എന്നുള്ള രീതിയിൽ പോയിട്ടുള്ളത്? ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുഡിന്റെ വെറും ഗ്രിൽഡ് മാത്രമല്ല, നമ്മൾ ആരുമായിട്ടും കമ്പയർ ചെയ്യില്ല. നമ്മൾ പറയുമ്പോൾ ഗ്രിൽ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആർ ആക്ച്വലി all over the Calicut, all over the cities. If you go anywhere, you find at least a few grill restaurants. അപ്പോൾ നമ്മൾ grill restaurants പറയുമ്പോൾ പൊതുവെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് everything is going to be grilled. പക്ഷേ that's not true. സാധാരണ ഗ്രിൽ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും, നമുക്ക് ഈവൻ ഫ്രൈഡ് ചിക്കൻ കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ അത് ആക്ച്വലി ഗ്രിൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വരുന്ന സാധനമല്ല. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഈവൻ ഹാവ് എ പ്രീ ഗ്രില്ലിംഗ് പ്രോസസ്. ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് പോകുന്ന സമയത്ത് വി ഓർഡർഡ് എ ഗ്രിൽ ഫുഡ്
and that food has been served within 5 minutes or 10 minutes, Yeah. which is actually impossible. Yeah. Nobody can grill a chicken or any meat within 5 minutes or so. കാരണം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ അതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് തമ്മിൽ നോർമലി ദേ പ്രീ ഗ്രിൽ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് റെഡി ഫോർ യു ആസ് സൂൺ ആസ് യു കം. പക്ഷെ ഞാൻ റിലാക്സിൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളോട് ആദ്യം അവരൊന്ന് പറയും നമ്മളൊരു 20 മിനിറ്റ്സ് ഞങ്ങൾക്ക് ഇത് പ്രീ ഗ്രിൽ ചെയ്ത് വെക്കുന്നതല്ല, സോ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അത് ഒരു ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് കസ്റ്റമറുടെ ഭാഗത്തുനിന്നാണെങ്കിലും. ഒരു നമ്മൾ ആദ്യമേ മനസ്സിലാവുള്ളൂ ഇത്ര ടൈം വെയിറ്റ് ചെയ്യണം, പക്ഷെ പല സ്ഥലത്തു നിന്നും അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവാറില്ല. എക്സാക്ട്ലി. ഇപ്പൊ അതില് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി റെസ്റ്റോറൻറ്റ്. അവർ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കും ബേസിക്കലി ഇനീഷ്യലി ഉള്ള സമയത്ത് നമ്മൾ വി ആർ എ 4-year-old ബ്രാൻഡ്. നമ്മൾ അത്ര ഭയങ്കര പഴയൊരു ബ്രാൻഡ് അല്ല. വി ആക്ച്വലി ഹാസ് ഗോൺ ത്രൂ അഗ്രസീവ് എക്സ്പാൻഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും വി ആർ ആക്ച്വലി വെരി ചെറിയ 4 years ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തത്. 10 outlets ആണ് ഇപ്പോൾ. 7 outlets റണ്ണിങ് ആണ്, 3 outlets ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 outlets ആയി. അപ്പൊ ഇത് നമ്മൾ ഒരു കസ്റ്റമർക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ സർവീസ് ബോയ് പോയിട്ട് ഓർഡർ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ സെർവിങ് ഈസ് ഗോയിങ് ടു ടേക്ക് ടൈം ഫോർ ഷുവർ. കാരണം നമുക്ക് വി ഡോണ്ട് ഹാവ് എ പ്രീ ഗ്രില്ലിംഗ്. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ട് ഗ്രില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് തരിക ചെയ്യണം. അതുകൊണ്ട് ആ ടൈം എടുക്കും. പക്ഷെ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കസ്റ്റമർക്ക് ദേഷ്യം വരും, പിന്നെ ആൾക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കസ്റ്റമറോട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സാർ ഞങ്ങൾ പക്ഷെ ഇതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? സാധാരണ 20 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ലോങ് ടൈം അല്ല. കാരണം വിശന്ന് വരുന്ന ആളുകളുടെ അടുത്ത് ശരിക്കും ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നത്തിനുള്ള സാധ്യതയും കൂടി ഇല്ല. ആക്ച്വലി നമുക്കത് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അതുകൊണ്ട് ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ടു ദ കസ്റ്റമർ. ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഞങ്ങൾ പ്രീ ഗ്രില്ലിംഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഫുഡ് മാത്രമാണ് തരുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് 15-20 minutes ഓഫ് ടൈം. സാറിന് ആ സമയത്ത് സൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ്സ് ഒക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യുമെന്ന് പറയുമ്പോൾ ദേ ഫസ്റ്റ് ഓഫ് ഓൾ ദേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വി ആർ ആക്ച്വലി ഗിവിംഗ് ദം എ ഫ്രഷ് ഫുഡ്, ഫ്രഷ് ഗ്രിൽ ഫുഡ്. അത് ഫസ്റ്റ് തിങ് അവർക്ക് മനസ്സിലാവും. പിന്നെ ആ സമയത്ത് അവർക്ക് ഓൾറെഡി മനസ്സിലായി പ്രീ ഗ്രില്ലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഗ്രില്ല് ചെയ്ത് കൊണ്ടുവരണം, അതിന് ടൈം എടുക്കും. അപ്പോൾ ദേ കൻ ഈവൻ ഓർഡർ സം സാലഡ്സ് ഓർ വേറെ എന്തെങ്കിലും റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സൂപ്സ് ഒക്കെ ഓർഡർ ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കത് പോസിറ്റീവ് ഇമ്പാക്ട് കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്നത് ദേ ആർ ആക്ച്വലി ഗോയിങ് ടു റിസീവ് എ ഹെൽത്തി ഫുഡ്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ബ്രാഞ്ച് ഔട്ട് ചെയ്തു. 10ഓളം ബ്രാഞ്ചുകൾ ഇപ്പോൾ ഉണ്ട്. ലുലു മാളിൽ വലിയൊരു സ്പേസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്രയും വലിയൊരു ബ്രാൻഡിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയായിരിക്കും ഇതിൽ? പ്രോൻ്റെ ഒരു കടന്നു വരവ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്? ഞാൻ എപ്പോഴും പറയാറുള്ളത് പിന്നെ ഡെഫിനറ്റ്ലി ബീങ് എ CEO ഓഫ് ഗ്രില്ലാക്സ് ഈസ് ആൻ ഓണർ. എവിടെ പോയി കഴിഞ്ഞാലും എനിക്കൊരു ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യും, സ്പെഷ്യലി സിറ്റി ലൈക്ക് കാലിക്കറ്റ്, വിച്ച് ഇവിടെയാണ് നമ്മൾ ബ്രാൻഡ് ഉണ്ടായത്. ഞാൻ ഒറ്റ കാര്യം മനസ്സിലായി, ഞാനൊരു ലോയൽ കസ്റ്റമറാണ് ഗ്രില്ലാക്സിൻ്റെ. നിങ്ങളെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 7 week ടൈം ഞാൻ അവിടെ വന്നിട്ടുണ്ടാവും. റെഗുലറായിട്ട് വരാറുണ്ട്. അപ്പോൾ ക്വാളിറ്റിനെ ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. അപ്പോൾ ക്വാളിറ്റിനെ പറ്റിയോ ടേസ്റ്റിനെ പറ്റിയോ യാതൊരുവിധ നെഗറ്റീവ് കമൻസും എനിക്ക് പറയാനില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മൾ വെനെവർ വി ഹാവ് ഗസ്റ്റ് ഓവർ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫസ്റ്റ് പ്രിഫറൻസിൽ ഓർഡർ ചെയ്യുന്ന സ്ഥലമാണ് ഗ്രില്ലാക്സ്. സോ യാ, ഓവർ ടു യു. Lovely. First of all, thank you so much for that lovely comment. I think it's from the bottom of your heart. I've taken it anyways. നമ്മൾ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ CEO ആയി നിൽക്കുന്ന സമയത്ത് lot of the people who knows me, they're trying to give me all the credit, like ഇങ്ങനത്തെ ബ്രാൻഡിൻ്റെ CEO ആണെന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇതിൻ്റെ ഒരു fact is that I've actually come to the 50th floorലൊക്കെയാണ് ഞാൻ നേരെ വന്ന് ലാൻഡ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ I'm not a founding director of this company. The founder എന്ന് പറഞ്ഞാൽ actually മുഹമ്മദ് ഷെരീഫ്. He's the founder of this concept. പിന്നെ നമ്മൾ 4 partners ആണുള്ളത്. Who came up with the name? With the name കൊണ്ടുവന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഡയറക്ടേഴ്സ് ആരും തന്നെയല്ല. പേര് കൊണ്ടുവന്നത് നമ്മുടെ ഈ ഫൗണ്ടറുടെ പറഞ്ഞ മുഹമ്മദ് ഷെരീഫ് ആണ്. ഈസ് ദ ഫൗണ്ടർ ഓഫ് ദി പ്രോജക്ട്. ആളുടെ വൈഫ് ഇങ്ങനെ സംസാരിച്ച് ഇനീഷ്യൽ സമയത്ത് ഇങ്ങനെ പ്ലാനിങ് ഉള്ള സമയത്ത് ഗ്രിൽ ഫുഡല്ലേ നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഗ്രിൽ ഫുഡ് കഴിച്ച് റിലാക്സ് ചെയ്യാനുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗ്രിൽ ആൻഡ് റിലാക്സ് അങ്ങനെയാണ് ആ പേര് ആക്ച്വലി വന്നത്. ഇതിന്റെ ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൗണ്ടിങ് ഡയറക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞത് മുഹമ്മദ് ഷെരീഫ്, അബ്ദുൽ ഗഫൂർ, റെമിൽ, ഇതാണ് പാർട്ട്നേഴ്സ്. ഇതിൽ എടുത്തു പറയേണ്ട പിന്നെ നമ്മുടെ മുഹമ്മദ് ഷെരീഫും അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ ഇവരുടെ കോൺട്രിബ്യൂഷൻ ഈസ് ആക്ച്വലി
ട്രെമൻഡസ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് ഗ്ലോബൽ അപ്രോച്ച് ഒരു സാധനം സെറ്റ് ചെയ്തെടുക്കുക വിച്ച് ഇസ് നോട്ട് ഈസി. അപ്പോൾ മൈ റോൾ ഈസ് ആക്ച്വലി കേക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ they have actually done all the hard work and I've come to the 15th floor and I've taken a beautiful brand with me. It is kind of a easy cake work for me. അപ്പോൾ that's how പാഷൻ ബിൽഡ് ചെയ്ത് വന്നത് അവരാണല്ലോ ശരിക്കും പറഞ്ഞാൽ. of course definitely ആ ഒരു സാധനത്തിനെ ബിൽഡ് ചെയ്ത് they've actually created a beautiful baby out of that Grillax. അതിനെ ആ ഒരു സ്ഥലത്ത് നിന്ന് I've done an easy job in the sense and I've actually come to the CEO അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ട് വരുന്നത് എല്ലാ ഹാർഡ് വർക്കും കഴിഞ്ഞിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് വന്നതിന് ശേഷമുള്ള? നമ്മൾ ഇപ്പോ aggressive expansion നടന്നുകൊണ്ടിരിക്കുകയാണ് definitely and we've got our international outlets coming up very soon. ഖത്തറിൽ we're going to have 3 more outlets coming up in 2024. Nice. Master franchise sign ചെയ്തിട്ടുണ്ട് and we've got our Canada is in the process. Kuwait is in the process. So this year is going to be an exponential expansion, like an aggressive expansion നടന്നുകൊണ്ടിരിക്കുന്നത്. But we are not just looking at the number of increase in the number of outlets. അത് മാത്രം നമ്മൾ ഒരിക്കലും നോക്കണ്ട. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോ വരുന്ന ഇൻക്വയറീസ് മുഴുവൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെങ്കിൽ we at least would have some 100-150 outlets already ഉണ്ടാവും. കാരണം നമുക്ക് അപ്പൊ നമ്മൾ ഏറ്റവും feasible ആയിട്ടുള്ള ലൊക്കേഷൻസിൽ when we find that our kind of a concept is actually feasible for that particular location, ആ സമയത്ത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. We've got a proper feasibility study, but in the sense as soon as we get an inquiry from someone, we go that നമ്മളൊരു സാധാരണ feasibility form എന്ന സാധനം അയച്ചു കൊടുക്കും. And we even go and spend for a week and we go to different outlets and we find out the culture in that place. Religious aspect കണ്ടുപിടിക്കണം, cultural aspect കണ്ടുപിടിക്കണം, spending in the capacities കാണണം, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നോക്കിയിട്ട് when we are 100% sure that this concept is going to work at that particular location, ആ സമയത്ത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പം നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് മാത്രമല്ല ഫോക്കസ്. ഫോക്കസ് ഈസ് ആക്ച്വലി ഓപ്പണിംഗ് അപ്പ്. എക്സാക്ട്. കോവിഡ് ടൈമിൽ ഒരുപാട് കാലം അടച്ചുപൂട്ടിയിരുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് പുറത്തൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എന്നാണ്. പിന്നെ ഒരു ഡൈനോ ട്രെൻഡ് ഒക്കെ ഇപ്പൊ കാലിക്കറ്റ് ഒക്കെ കൂടുതലായിട്ട് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡൈനോ ട്രെൻഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാൻ? കോവിഡ് എന്ന് പറഞ്ഞ സമയം ഈസ് ജസ്റ്റ് വൺ റീസൺ. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോ എപ്പോഴും സിറ്റീസിലേക്ക് പോകുമ്പോൾ when you compare let's say Calicut with Malappuram, the dino trend is much more in Calicut than Malappuram, just because people are much busier in Calicut. If you go to let's say Bangalore or if you go to Cochin, dino trend is going to be much higher than Calicut, just because working culture ഭയങ്കര കൂടുതലുള്ള, പാരന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, kids are going to school, nobody has got a time to cook. ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് ഡൈനോ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്, ഈ കൂടിക്കൊണ്ടേ ഇരിക്കുകയെ ചെയ്യുള്ളൂ. കാരണം പീപ്പിൾ ആർ ഗെറ്റിംഗ് മച്ച് മോർ ബിസി ദാൻ എവർ. അപ്പൊ എല്ലാവർക്കും ആർക്കും ഒന്നിനും ടൈമില്ല, അതുകൊണ്ട് കൂടി വരും. അപ്പൊ എപ്പോഴും ക്വാളിറ്റി ഡൈനോട്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർ എപ്പോഴും അത് ചൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൈനോ ട്രെൻഡ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് കൂടുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക, റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകളൊന്നും സക്സസ് ആവുന്നില്ല. പല റെസ്റ്റോറൻറ്റ്സും വലിയ നിലയ്ക്കൊക്കെ തുടങ്ങിയിട്ട് പൂട്ടിപ്പോകുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നതാണ്, പ്രത്യേകിച്ച് കാലിക്കറ്റ് പോലെയുള്ള സ്ഥലത്ത്, നമ്മളെ ഫുഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ. ഈവൻ സെലിബ്രിറ്റീസിൻ്റെ കാര്യം എടുത്താൽ പോലും പല സെലിബ്രിറ്റീസും ഒരു സെട്ടൻ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഈവൻ സെലിബ്രിറ്റീസ് പോലും ഫെയിൽ ആവുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക തുടങ്ങുന്ന ഒരു ലാർജ് പെർസെൻറ്റേജ് ഓഫ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സസ് ഫെയിലായി പോകാനുള്ള റീസൺ? റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ബിസിനസ്. വി ആർ ടോക്കിംഗ് അബൌട്ട് ബിസിനസ്. കുറേ ആൾക്കാർ ഫുഡീസ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്, ഭയങ്കര നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ദർ ആർ പാഷനേറ്റ് അബൌട്ട് ദ ഫുഡ്. ആ ഫുഡിനായിട്ട് ഭയങ്കര പാഷനേറ്റ് ആവും. ബട്ട് ഇഫ് യു ഡോണ്ട് റിയലി നോ ദ ബിസിനസ് ഓഫ് ഫുഡ്, which is a completely different thing. Food business and food ഉണ്ടാക്കുന്നതൊക്കെ completely different thing ആണ്. കാരണം നമ്മളെല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, നമുക്ക് എത്രയും കൂടുതൽ കസ്റ്റമേഴ്സിനൊക്കെ ഉണ്ടാവും. We try to get as many customers as possible. We do market, we do bring influencers, we do a lot of things to get the customers into the restaurant. ഈ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എത്തിയതുകൊണ്ട് മാത്രം റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ കാര്യമില്ല. ദർ ആർ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് റെസ്റ്റോറൻറ്റ്. കാരണം ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ പറയുമ്പോൾ restaurant overheads are very important. Salaries are much more important. And food cost is ഏറ്റവും
പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ള ഫുഡ് കോസ്റ്റ് ആണ്, ഫുഡ് വേസ്റ്റേജ്. Yes. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. ലോട്ട് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആക്ച്വലി ദേ ഓപ്പൺ within a very short span of time, within a couple of years or 3 years or something, they close. Yes. അപ്പോൾ പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ഭയങ്കര അത്ഭുതപ്പെടാറുണ്ട്, ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, അതെ എപ്പോഴും നോക്കുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഇവർക്ക് എന്ത് പറ്റി എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ when we try to focus on generating revenue than generating profit generate ചെയ്യാനല്ല നോക്കുക. when you try to generate revenue, which is a very dangerous aspect, because നമ്മളെ കോസ്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ബിസിനസ് കൂടുമ്പോൾ ഒരു സൈഡിൽ മേ ബി യു ലൂസിങ് മണി, ബിസിനസ് റവന്യൂ ഉണ്ടാവും, കൂടുന്നതിനനുസരിച്ച് പക്ഷേ പ്രോഫിറ്റ് നമുക്ക് ചിലപ്പം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ഫോക്കസ് എപ്പോഴും there are different types of restaurants. Some restaurants actually doing ചെറിയ ബിസിനസ് ചെയ്ത് കുറേ കാലം റൺ ചെയ്ത് പോകുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ അവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല, പക്ഷേ they're actually running their business for a very long time. They're profitable because they know the business behind a restaurant. അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ they know how much business they need to be actually break even ആണെങ്കിൽ, പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ. അപ്പോൾ അവർക്ക് ആ ബിസിനസിന്റെ ഓരോ ഫുഡ് കോസ്റ്റും ബാക്കിയെല്ലാം ഒരു ഒപ്റ്റിമം ലെവലിൽ കൊണ്ടുപോകുന്നുണ്ട് തന്നെ they can actually profit generate ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. വേറെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഭയങ്കര കൂടുതൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ they don't have any control over their cost. ഒരു കോസ്റ്റിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് they're not profitable. അതൊരു വലിയ കാരണം. എക്സാക്ട്ലി. അതിന് പുറമെ ഇതൊരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യാത്തതോ അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെനു കറക്റ്റ് ആയിട്ട് ഒരു ആപ്റ്റ് ആയിട്ടുള്ള മെനു, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാരണങ്ങളില്ല. ഒരു പല കാരണങ്ങൾ. ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റിനെ കറക്റ്റ് പറയുകയാണെങ്കിൽ ലെറ്റ്സ് അസ്യൂം we are a grilled meat restaurant. മീറ്റ് ആണ് നമ്മൾ വെക്കുന്നത്. And if you're going to, if you get an inquiry, let's say from a place culturally ഭയങ്കര ഒരു particular religion ആൾക്കാർ വെജിറ്റേറിയൻ മാത്രം ചെയ്യുന്ന സ്ഥലത്ത്, let's assume that area is actually completely vegetarian. They don't actually eat meat. Non-veg കഴിക്കാത്തൊരു ഏരിയയിൽ if you open up a Grillax, who is going to eat? Nobody's going to eat. Maybe that place is very crowded, so many people are there, hanging out culture is there, but their culture is different, and you need to actually understand what kind of culture they've got. നമ്മളെ ഗ്രിൽ ഫുഡിന് പറ്റിയ ഒരു കൾച്ചർ അവിടെ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫീസിബിലിറ്റി ഇല്ലാതെ നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഔട്ട്റൈറ്റ് സ്ട്രേറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഗ്രില്ലാക്സ് പോലെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ എത്ര കാശ് ഇൻവെസ്റ്റ് ചെയ്യണം? ഗ്രില്ലാക്സിന്റെ ഒരു ഫസ്റ്റ് ഔട്ട്ലെറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സ്. ഇൻ ദ സെൻസ് നമുക്ക് ഒരു സ്മോൾ സൈസിലുള്ള 1200 to 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 2000 to 4000. നമ്മളിപ്പോൾ ലുലുവിലൊക്കെ പറയുകയാണെങ്കിൽ വി ആർ അബൌട്ട് 4200 സ്ക്വയർ ഫീറ്റ്, വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഔട്ട്ലെറ്റ്. അങ്ങനെയുണ്ട്. ഇനി അതും അല്ലെങ്കിൽ മോളുകളിൽ ഫുഡ് കൗണ്ടേഴ്സ് പോലെയുള്ള ചെറിയ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇഫ് യു ടോക്കിംഗ് അബൌട്ട് റെഗുലർ സൈസ് വിച്ച് ഇസ് ബിറ്റ്വീൻ 1200 to 1500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the investment requirement is about 60 to 70 lakh depending upon കുറേ കാര്യങ്ങൾ, ലൊക്കേഷനും ഒക്കെ വ്യത്യാസമാണ്. 60 to 70 lakh ആണ് അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരെ, ഇൻക്ലൂഡിങ് എവറിത്തിങ്, സെന്റർ, കിച്ചൺ, ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഒരു റഫ് ഫിഗർ പറയുകയാണെങ്കിൽ 60 to 70 lakh rupees ആണ് വരിക. സർ, ആക്ച്വലി നേരത്തെ തന്നെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളൊരു ഇനീഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിലുള്ള രീതിയിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെയിലി ആ റെസ്റ്റോറൻറ്റ് റൺ ചെയ്ത് പോകാനുള്ള ക്യാപിറ്റൽ, അതിനെക്കുറിച്ച് ആരും ബോധേഡായിട്ടില്ല. അതിന്റെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫെയിലിയറിനെ പറ്റിയിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? Which is one reason why ആദ്യം ചോദിച്ച പോലെ lot of restaurants fail. കാരണം ഒരു ഓവർനൈറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അല്ല റെസ്റ്റോറൻറ്റ്. You have to have that patience and time to invest for that business. അപ്പോൾ നമുക്കൊരു 1 year നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ നമ്മളെ കയ്യിലില്ലാതെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഒരിക്കലും തുടങ്ങാൻ പാടില്ല. കാരണം ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ടേക്ക്, ഈവൻ ഇഫ് യു ആർ സെർവിങ് എ മച്ച് ബെറ്റർ ഫുഡ്, ഭയങ്കര നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്, നമ്മുടെ കോൺസെപ്റ്റ് ഇസ് ബ്യൂട്ടിഫുൾ, അവർ ഔട്ട്ലെറ്റ് ഇസ് ബ്യൂട്ടിഫുൾ, ആംബിയൻസ് ഇസ് നൈസ്, എല്ലാം ഉണ്ടെങ്കിലും ഇഫ് യു ഡോണ്ട് ഹാവ് ദറ്റ് പേഷ്യൻസ്, കാരണം നമ്മളെ കുറിച്ച് ആൾക്കാർ അറിയണ്ടേ, നമ്മളെ എക്സ്പീരിയൻസ് ഒന്നെങ്കിൽ നമ്മൾ വന്ന് കഴിച്ച ബാക്കിയുള്ളവർ പറയണം, അല്ലെങ്കിൽ വി നീഡ് ടു ആക്ച്വലി ഹാവ് എ പ്രോപ്പർ മാർക്കറ്റിംഗ് പ്ലാൻ ടു ബ്രിങ് എവരിബഡി ടു റെസ്റ്റോറൻറ്റ്. അതിനൊക്കെ ടൈം എടുക്കും. അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സ് അത്ര ടൈം എടുക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് വി നീഡ് ടു ഹാവ് ദ പ്ലാൻ ഇൻ മൈൻഡ്. എപ്പോഴും നമ്മൾ ശരിക്കും ഇനീഷ്യലി ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് കസ്റ്റമേഴ്സ് നമുക്ക് വാക്ക് ഇൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടോ? അങ്ങനെ ഒബ്വിയസ്ലി പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഈസ് ഡെഫിനറ്റ്ലി വൺ ആസ്പെക്ട് വിച്ച് വി നീഡ് ടു ബി വെരി സീരിയസ്ലി എടുക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. പക്ഷെ നമ്മൾ ഗ്രില്ലാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ നമ്മൾ
Calicut has actually taken our food for no reason. We haven't actually done അത്ര കൂടുതൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന മറ്റൊരു ട്രെൻഡ് ഈ ഇനാഗുറേഷൻസിന് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഹണി റോസ് പോവാത്ത ഇവന്റ്സ് ഉണ്ടാവില്ല. അതെ, അപ്പോ അത് പിന്നെ ഫീസിബിൾ ആവോ? അന്നത്തെ ഒരു ദിവസം ഒരു കുറച്ച് ആളുകൾ കൂടും എന്നുള്ളതല്ലാതെ ഇപ്പൊ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് മാർക്കറ്റിംഗ് എടുക്കുകയാണെങ്കിലും നോട്ട് ജസ്റ്റ് ഫോർ ദ റെസ്റ്റോറൻറ്റ്, ഫോർ എനി ബിസിനസ്, ഒരു മാർക്കറ്റിംഗ് ആസ്പെക്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാന്, നമുക്കൊരു ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ലാതെ നമ്മൾ ഇഫ് യു ബ്രിങ് സംബഡി, ലെറ്റ്സ് if you're spending about 50 lakh or 1 crore rupees for a celebrity and who's actually coming to a restaurant, അതിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പുഷ് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. ആ പുഷ് ക്യാൻ ബി വെരി ടെമ്പററി ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ആൻഡ് കൺസിസ്റ്റന്റ് മാർക്കറ്റിംഗ് പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി വേസ്റ്റ് ഓഫ് മണി. ഇൻ ദ സെൻസ് ഒരു ഇനീഷ്യൽ സാധനം വന്നിട്ട് നമുക്ക് കൺസിസ്റ്റന്റ്ലി ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകാനുള്ള സ്ട്രാറ്റജികൾ ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ഗോണ ബി വൺ ഓഫ് തിങ്. അങ്ങനത്തെ അല്ല ശരിക്കും വേണ്ടത്. നമുക്ക് വി നീഡ് ടു ഹാവ് എ പ്ലാൻ. ബ്രിങ് ഇൻ എ സെലിബ്രിറ്റി ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ അറിയാനും, കാരണം അവരെ ഫോളോ ചെയ്യുന്ന വലിയൊരു ഒരു ക്രൗഡ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അത് വിച്ച് ഈസ് ഗോണ ഹെൽപ്പ് യു ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അത് ചിലപ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനൊന്നും ഹെൽപ്പ് ചെയ്യില്ലെങ്കിലും ഫ്രം ദ ബ്രാൻഡിംഗ് പെർസ്പെക്റ്റീവ് ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഗോണ ഹെൽപ്പ്. പക്ഷെ അതർവൈസ് അത് നമുക്ക് പ്രോപ്പർ ആൻഡ് കൺസിസ്റ്റന്റ് മാർക്കറ്റിംഗ് പ്ലാൻ വേണം. ഞാൻ ഈ ഗ്രില്ലാക്സിന്റെ പേജ് റീസെന്റ് നോട്ട് ചെയ്തപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഒക്കെ റീൽസും കാര്യങ്ങളൊക്കെ അതിൽ കണ്ടു. ആക്ച്വലി അതൊന്നും ഒരു പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ അല്ലേ? നമ്മളുടെ ഓൾമോസ്റ്റ് 99.9% ടൈം ഈ സെലിബ്രിറ്റീസ് വരുന്നത് കുറെ ഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ ലുലു ഔട്ട്ലെറ്റ് മിക്കവാറും കുറെ ഷൂട്ടുകൾ നടക്കാറുണ്ട്. ഈവൻ വൈറ്റിലെ ഔട്ട്ലെറ്റിലും കൊച്ചിയിലെ 2 ഔട്ട്ലെറ്റിലും ഇപ്പോഴും കുറെ ഷൂട്ടുകൾ, കണ്ണൂരും ഒക്കെ നടക്കാറുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് ഓൾ ദ കേസസ് നമ്മളുടെ ഓഫീസിൽ വിളിച്ചിട്ട് പറയും, പിന്നെ ഇങ്ങനെ നിങ്ങൾ ഈ സമയത്ത് വന്നൊരു ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, എപ്പോഴാണ് തിരക്കില്ലാതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ട് വരുന്നതാണ് മോസ്റ്റ് ഓഫ് ദി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ പിന്നെ ചില ഷൂട്ടിന് വരുന്ന സമയത്ത് അവിടെ വന്ന് കയറുമ്പോൾ ഇപ്പോൾ കുഞ്ചാക്കോബനൊക്കെ ഒരു പ്രാവശ്യം വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കുറേ സ്റ്റാർസ് നമ്മളെ പേജ് നോക്കണമെങ്കിൽ കാരണം കുറേ സ്റ്റാർസ്, കാരണം പ്രത്യേകിച്ച് ആ ലുലു മോളിലായതുകൊണ്ട് തന്നെ കുറെ സെലിബ്രിറ്റീസ് വരാൻ സാധ്യതയില്ല. വൈറ്റിലാണെങ്കിലും ഒക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ അടുത്ത് എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ വരാറുണ്ട്, അങ്ങനെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സെലിബ്രിറ്റി വന്നിട്ട് ഇനാഗുറേറ്റ് ചെയ്തതുകൊണ്ട് റെസ്റ്റോറൻറ്റ് സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു മെനു സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസായിട്ട് വരും. റിലാക്സിൻ്റെ കേസിൽ അത് ആ ഒരു കേസ് നിങ്ങൾ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാട്ടിൽ? മെനു സയൻസ് എന്ന് പറയുമ്പോൾ there are 2 different types of approaches when it comes to menu. Either you can have a fine dine menu which has got everything, North Indian, South Indian, Mughalai, Chinese and everything together. But a vast variety of menu നമുക്ക് ആവാം. That is one approach. Second approach എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള മെനു, കുറച്ച് സാധനങ്ങൾ മാത്രം വൃത്തിയായിട്ടുള്ള കുറച്ച് മെനു. അപ്പോൾ ഏതാണ് ഇതിൽ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ there's no right and wrong, that depends on the vision and mission of a founder of that restaurant. If ഒരു ഫൗണ്ടർ ഇപ്പോൾ വിചാരിക്കുകയാണ് I'm happy to have just 6, 7, 8, 9, 10 of the outlets, അത്ര മതി എനിക്ക്, അതിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള നല്ല നമ്മുടെ മെനു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, വിച്ച് ഇസ് റൈറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഫൗണ്ടർ. പക്ഷെ വേറൊരാൾ ചിന്തിക്കുകയാണ് ഐ നീഡ് ടു ഹാവ് മൈ പ്രസൻസ് ഓൾ ഓവർ ദ വേൾഡ്, എവറി സിറ്റീസ് ഇൻ ദ വേൾഡ്, എവറി പ്രൊമിനന്റ് സിറ്റീസ്, ലണ്ടൻ, കാനഡ, അങ്ങനത്തെ എല്ലായിടത്തും വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ യു നീഡ് ടു ആക്ച്വലി ഗോ വിത്ത് എ വെരി ലിമിറ്റഡ് മെനു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മൾ മെനു ഏത് സ്ഥലത്തും അക്സെപ്റ്റൻസ് ഉള്ള ഒരു മെനുവിലേക്ക് നമ്മൾ പോകേണ്ടി വരും എന്നുള്ളത്. കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മെനു വൃത്തിയായിട്ട് ആ ഒരു സാധനത്തേക്ക്. ഇപ്പൊ നമ്മള് ബ്രാൻഡഡ് ആയിട്ടുള്ള ലാർജ് റെസ്റ്റോറന്റ് ചെയിൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ KFC, McDonald's, Burger King, whatever brand you take, ഏത് ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ they all have one thing in common. എന്താണത്? മെനു ലിമിറ്റഡ് ആണ്, കുറച്ച് ഐറ്റംസ് ഉണ്ടാവും, വെരി ലിമിറ്റഡ്. രണ്ടാമത്തെ ഓപ്ഷനിലാണ് ശരിക്കും റിലാക്സ് വരുന്നത്. ഡെഫിനറ്റ്ലി യെസ്. നമ്മൾ ചെറിയ മെനുവിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് വി കൻ ആക്ച്വലി സ്കെയിൽ ഇറ്റ് അപ്പ് ടു എനി വേൾഡ് വേൾഡ്. കാരണം ഇഫ് യു ഹാവ് എനി ഡിപെൻഡൻസ് ടു എനി സ്റ്റാഫ്, ഷെഫിനോ ആർക്കെങ്കിലും ഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ബിസിനസ് ഇസ് ആക്ച്വലി ഡിപെൻഡന്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ദാറ്റ് പേഴ്സൺ ലീവ്സ്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ കേസ് എനിക്ക് ഐ അണ്ടർസ്റ്റുഡ് ദ പോയിന്റ് ദാറ്റ് യു സെഡ്. രാമേശ്വരം കഫേന്റെ കേസ് വരെ അവര് ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഔട്ട്ലെറ്റിലേക്കും എന്താ പറയുക ക്രോർസിന്റെ ബിസിനസ് ഒക്കെയാണ് അവർ. അത് ഒരു കേസ് സ്റ്റഡി നമ്മൾ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ബാംഗ്ലൂരിലെ പല IT കമ്പനീസിനേക്കാളും കൂടുതൽ റവന്യൂ ഉള്ള ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരുടെ കേസിലെന്ന് വെച്ചാൽ മെനു ഇസ് ലൈക്ക് ഹ്യൂജ്. ലൈക്ക് ദർ ആർ ലൈക്ക് ഐ തിങ്ക് ഒരു 30-40 ഐറ്റംസ് അവരുടെ മെനുവിലുണ്ട്. പക്ഷെ ആ ഒരു മെനു വെച്ചിട്ടാണെങ്കിൽ പോലും അവർക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഇതുമായിട്ട് ഒരു കോൺട്രറി ഉണ്ടോ? രാമേശ്വരം എന്ന് പറഞ്ഞാൽ നമ്മൾ രാമേശ്വരം ഇഡ്ഡലി
വരുന്ന അതിനെ കുറിച്ച് തന്നെയല്ലേ നമ്മൾ രാമേശ്വരം കഫേ, അതെ 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 രാമേശ്വരം അതെ കഫേ തന്നെ ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഉള്ള ബാംഗ്ലൂരിലൊക്കെ നമുക്കൊക്കെ നമ്മളെ ചുറ്റോട് നോക്കിക്കഴിഞ്ഞാൽ we've got certain brands. നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള കുറെ ബ്രാൻഡുകളുണ്ട്. ലൈക്ക് നമുക്ക് അമ്മ മെസ്സി പറയാം, ഇങ്ങനത്തെ പല ബ്രാൻഡുകളും നമ്മൾ തന്നെ ബിൽഡ് ചെയ്തിട്ട് റീജിയണലി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അത് ദാറ്റ് റെസ്റ്റോറന്റ് ഈസ് ആക്ച്വലി റണ്ണിങ് ഔട്ട് ഓഫ് പാഷൻ. അത് സ്കെയിലബിൾ എന്ന് പറയുന്നത്, നമ്മൾ രാമേശ്വരം കഫേനെ കുറിച്ച് സ്കെയിലബിൾ എന്ന് പറയുകയാണെങ്കിൽ ഫ്രം ആ പെർസ്പെക്ടീവ് ഇറ്റ് ഈസ് എ സ്കെയിലബിൾ ബിസിനസ് മോഡൽ. ബട്ട് ഞാൻ പറയുന്ന ഒരു ആംഗിൾ വെച്ചുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സ്കെയിലബിൾ ബിസിനസ് മോഡൽ. ഇപ്പൊ നമ്മള് അത് കുറെ പറഞ്ഞാൽ അത് വിച്ച് ഈസ് റൈറ്റ് ഓർ റോങ്, വിച്ച് ഈസ് അങ്ങനത്തെ റൈറ്റ് ഓർ റോങ് ഒന്നും ഇല്ല. ടു ഡിഫറെന്റ് ആസ്പെക്ട്സ്. നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ട്രഗിൾ എപ്പോന്നറിയോ, ഇത് അവർക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ആൾ അവരുടെ കൂടെ ഉള്ളിടത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും. There is a limitation, but ഞാൻ പറയുന്നത് there's no limit, sky is the limit. If you take any limited ഒരു menu ഉള്ള റെസ്റ്റോറന്റ്, there's no dependency to chef or any staff ന് ഒരു ഡിപെൻഡൻസി ഇല്ലാത്ത sky is the limit. You can start anywhere in the world. എവിടെ പോയാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗ്രില്ലാക്സ് പോലെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളുകളാണെങ്കിൽ, ഇപ്പം ഈവൻ അങ്ങനത്തെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡായിട്ട് വളർത്തണമെങ്കിൽ അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റി സെലക്ഷൻ, അതിന്റെ ഈ റെന്റൽ അക്സെപ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടി വരും? ഗ്രില്ലാക്സ് ഞാൻ പറയുമ്പോൾ വി ആർ നോട്ട് എ ബ്രാൻഡ് യെറ്റ്. വി ആർ 10 outlets in India, especially in Kerala. അപ്പോൾ നമ്മൾ we definitely going to be a brand. We have our approach ഭയങ്കര ഗ്ലോബൽ ആണ്. പക്ഷേ ഈ ക്വസ്റ്റിന് ആൻസർ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെനു എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ലിമിറ്റഡ് മെനു ചൂസ് ചെയ്യണ നേരത്തെ ചോദിച്ച പോലെ ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള മെനു നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ ഒരു റീജിയണൽ അക്സെപ്റ്റൻസ് ഉള്ള സാധനത്തിന് ഒരു ലിമിറ്റഡ് മെനു ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് മെനു ഉണ്ടാക്കുക. അപ്പൊ ഇതിലൊക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു ബ്രാൻഡഡ് റെസ്റ്റോറന്റ് ചെയിൻസിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ they won't actually give you what you want. They will make you eat what they have. അതാണ് എന്റെ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ബാക്കി റെസ്റ്റോറൻറ്റ് നമുക്കിപ്പോ നമ്മള് KFC പോയിട്ട് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടതല്ല കിട്ടുക. അവിടെ പോകുന്ന ആളുകൾക്ക് അറിയാം ഇന്ന കാര്യങ്ങളാണ് അവിടെ കിട്ടുക എന്നുള്ളത്, അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ബേസിക്കലി അതൊക്കെ ഒരു സ്ട്രാറ്റജി അതിൻ്റെയൊക്കെ പുറത്തുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അതിൻ്റെ പുറത്തുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർബക്സ് കഫേനെ എടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും പോകാറുള്ള, ഇപ്പോൾ ഒരു മീറ്റിംഗ് വേറെ ഏത് സിറ്റിയിലുണ്ടെങ്കിലും, ഇപ്പോൾ ഇഫ് യു ആർ ഇൻ മുംബൈ, ഇഫ് യു ആർ ഇൻ ബാംഗ്ലൂർ, ഇഫ് യു ആർ ഇൻ ചെന്നൈ, ആരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ പറയുന്നത് ലെറ്റ്സ് മീറ്റ് അപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് നെയിം ദാറ്റ് ഈസ് നമ്മുടെ മനസ്സിൽ വരുന്നത് വിച്ച് ഈസ് ഗോയിങ് ടു ബി സ്റ്റാർബക്സ്. അപ്പോൾ സ്റ്റാർബക്സിൽ ഇൻ്റെ കേസ് ഞാൻ പറയണമെങ്കിൽ ഐ ഹവ് നെവർ വിസിറ്റഡ് എ സ്റ്റാർബക്സ് ഒരു കോഫി കുടിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പെർട്ടിക്കുലർ മെനു ട്രൈ ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർബക്സ് ഫാമിലി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻ, ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമുക്കൊരു റെസ്പെക്റ്റഡ് പ്ലേസ് ആണ് നമുക്ക് തോന്നുകയാണ് അവിടെ. ഇഫ് യു കോൾ സംബഡി ടു സ്റ്റാർബക്സ് ഫോർ എ മീറ്റിംഗ്, നമ്മളൊരു റെസ്പെക്റ്റഡ് പേഴ്സൺ ആയി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ ഒരു ഫാമിലി, ഒരു ബിൽഡപ്പ്, ഒരു കമ്മ്യൂണിറ്റി ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബ്രാൻഡും അങ്ങനെയാണ്. നമ്മൾ ഈ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ നമ്മൾ അവിടെ പോകണം അവരുടെ ഫുഡ് കഴിക്കാനോ. ബേസിക്കലി ഒരു ബ്രാൻഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഫ് യു ടോക്കിംഗ് അബൌട്ട് എ ബ്രാൻഡ്, ആ ബ്രാൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്നത് വി ആർ നോട്ട് ഗോയിങ് ടു ഈറ്റ് ദ ഫുഡ്, ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആംബിയൻസ് എൻജോയ് ചെയ്യാനോ അല്ലാതെ വേറെ പല കാരണങ്ങളും ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അവിടെ ഒരു സ്റ്റാറ്റസും കൂടി അല്ലേ, അങ്ങനെ ഒരു കാര്യം കൂടി ഇല്ലേ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് പല ബ്രാൻഡുകളും ബിൽഡ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് നമ്മളിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാണ്. അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആണ് തോന്നുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു ക്ലാസ് കിട്ടിയാൽ പോലും അതെടുത്തിട്ട് സ്നാപ്പ് അടിച്ചിട്ട് നടക്കുന്ന ആളുകൾ ഒരുപാട്. എല്ലാ ബ്രാൻഡുകളും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഇമോഷണലി അവരായിട്ട് കണക്റ്റഡ്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ബ്രാൻഡ് വിൽ നെവർ കമ്പീറ്റ് വിത്ത് എനി ലോക്കൽ റെസ്റ്റോറൻറ്റ്സ്. കാരണം ബ്രാൻഡുകളിലേക്ക് അവര് ലോക്കൽ ബ്രാൻഡ്സുമായിട്ട് പിന്നെ കമ്പീറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡുകളെ ലോക്കൽ ബ്രാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് കമ്പയർ ചെയ്യാൻ തുടങ്ങും നമ്മൾ. അപ്പൊ ബ്രാൻഡുകൾ എപ്പോഴും അവരുടെ സ്പേസ്, യുണീക്ക് ആയിട്ട് സ്പേസ് സിമ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും യുണീക്കായി നിൽക്കാൻ പറ്റുന്നതാണ് സാർ പറഞ്ഞതിന്റെ ഒരു. നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലൈഫ് ഈസ് മച്ച് ഈസിയർ compared to a restaurant which has got a lot of competition in the local market. നമുക്ക് എപ്പോഴും അവരെന്താ ചെയ്യണമെന്ന് നോക്കണം, അവരുടെ പ്രൈസ് എന്താ നോക്കണം, അവരുടെ പ്രൈസ് കൂടി അതിനെക്കാട്ടും കുറക്കണം, അവരുടെ ഓഫർ കൊടുത്ത് അതിനെക്കാട്ടും ബെസ്റ്റ് ഓഫർ കൊടുക്കണം, അവർ കുറച്ച് നല്ല ആംബിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും കൊടുക്കണം. അപ്പോൾ ലൈഫ് ഈസ് ഓൾവേസ്
മൾട്ടിപ്പിൾ ബാറ്റിൽ വിത്ത് എവറിബഡി. അവിടെയുള്ള മാർക്കറ്റിൽ എല്ലാവരും ബാറ്റിൽ. പക്ഷേ ഇഫ് യു ആർ എ ബ്രാൻഡ്, യുവർ ലൈഫ് ഈസ് മച്ച് റിലാക്സ്ഡ്, ഈസിയാണ്. പക്ഷെ അതിനുള്ള എഫേർട്ട് ഇസ് മച്ച് ഹയർ വെൻ യു കമ്പയർ ടു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്. ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ആ പ്രോസസ് ഇസ് ഭയങ്കര ടഫ് പ്രോസസ്സാണ്. പക്ഷെ വൺസ് യു ആർ ദേർ ആസ് എ ബ്രാൻഡ്, യുവർ ലൈഫ് ഈസ് മച്ച് ഈസിയർ. നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഉണ്ടാവും. നമ്മളാരും കമ്പയർ ഇപ്പോൾ ഒരിക്കലും നമ്മൾ സ്റ്റാർബക്സിൽ പോയിട്ട് പറയില്ലല്ലോ ഇതിനെക്കാട്ടും പിന്നെ ഇവരെ ക്യാപ്ചനൊക്കെ ഇത്ര വിലയുണ്ട്, അപ്പുറത്ത് ഇവിടെ ഇത്ര വിലയുള്ളൂ, അവിടെ നമുക്ക് അവിടെ പോകാൻ ആരും പറയില്ല. കാരണം you're not expecting that coffee to be cheap. You're expecting that to be അതൊരു നമ്മളെ സ്റ്റാറ്റസ് സിമ്പിൾ ആണ്. ആക്ച്വലി ഒരു നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഗസ്റ്റിനെ കൂടി ഇരിക്കാൻ നമുക്ക് വി ഫീൽ പ്രിവിലേജ്ഡ്. ലൊക്കേഷൻ സിറ്റി സെലക്ഷൻ ഇതൊക്കെ മാറ്റർ ആണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ റെന്റൽസിന്റെ കാര്യം ശ്രീരാഗ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ട്ലെറ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ റെന്റലും നമ്മൾ സെർവ് ചെയ്യുന്ന ഐറ്റംസിന്റെ കോസ്റ്റും തമ്മിലൊക്കെ ബന്ധമുണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ പുറത്ത് ഉള്ള ഒരു ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു മാളിനുള്ളിലുള്ളത്, അല്ലെങ്കിൽ എയർപോർട്ടിനുള്ളിലുള്ളത്, അല്ലെങ്കിൽ ഒരു കിയോസ്ക്, ഇത് തമ്മിലുള്ള എങ്ങനെയാണ് കോറിലേഷൻസ് എങ്ങനെയാണ് വരുന്നത്? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നോർമലി വെൻ വി ഗെറ്റ് എൻ ഇൻക്വയറി ഫ്രം ഒരു ഫ്രാഞ്ചൈസി ഇൻക്വയറി വന്നു കഴിഞ്ഞാൽ വി ഗോ ടു ദാറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ. വി ഹവ് ഗോട്ട് ഒരു ഫീസിബിലിറ്റി ഫോം ഉണ്ട്, അത് അവരെ കൊണ്ട് ഫിൽ ചെയ്യിക്കുന്നുണ്ട്. നമ്മൾ പോയിട്ട് നമ്മളും ആക്ച്വലി വി ഹാവ് എ ലോട്ട് ഓഫ് ആസ്പെക്ട് ചെക്ക് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. അവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മളും ഇത് ഫിൽ ചെയ്തിട്ട് അത് ഫീസിബിൾ ആണെന്ന് നോക്കും. അത് ഫീസിബിൾ ആണെങ്കിൽ നമുക്ക് അതിന് അഗെയിൻസ്റ്റ് നമ്മളൊരു PNL ഉണ്ടാക്കും. ആ PNL പ്രോഫിറ്റബിൾ ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുള്ളൂ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് പൂൾ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ചെയ്യുമല്ലോ ഈ ബിൽഡേഴ്സ് ഒക്കെ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് വരുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ അതാണോ ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്ന എത്ര ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, എന്ത് ബിസിനസ് നമുക്ക് ഒരു ഡേയിൽ അല്ലെങ്കിൽ ഒരു മന്തിൽ എക്സ്പെക്ട് ചെയ്യാം? ഡെഫിനറ്റ്ലി വൺ ആസ്പെക്ട്, ജസ്റ്റ് വൺ ആസ്പെക്ട്. എത്ര കസ്റ്റമർ ഫുട്ഫോൾ എത്ര ഉണ്ടാവും, ആൾക്കാരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റെന്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അതിന് ഡയറക്റ്റ് ആൻസർ ഇല്ല. അപ്പോൾ നമ്മൾ ഗ്രില്ലാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ്ഗസ്റ്റ് ഔട്ട്ലെറ്റ് ഇൻ ലുലു മോൾ കൊച്ചി. നമ്മൾ അത്യാവശ്യം ഹ്യൂജ് റെന്റ് പേ ചെയ്യണ ഒരു സ്പേസ് ആണ്. മോളിന്റെ അകത്താണ്, ലുലു മോളിന്റെ അകത്താണ്. ആൻഡ് വിവ് ഗോട്ട് ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ അതിന് റെന്റ് ഇസ് മച്ച് ഹയർ കമ്പയർ ടു ഓൾ അവർ റെസ്റ്റോറൻറ്റ്സ്. മറ്റേ ഔട്ട്ലെറ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലുലു ആണ്. പക്ഷേ എത്ര ടൈംസ് വരും ശരിക്കും പറഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ മേത്തോട് താഴത്തില് ഇതിനേക്കാളും റെന്റ് വെച്ച് നോക്കണ എത്ര ടൈംസ് ഹയർ ആയിരിക്കും? ടൈംസ് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 15 times, ഡെഫിനറ്റ്ലി 12 to 15 times ഫോർ ഷുവർ. അത്രയും വ്യത്യാസം. പക്ഷേ വിച്ച് ഇസ് നമ്മൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റും ലുലു തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് റെന്റ് ഇപ്പോൾ 15 times ഇത് കൂടിയിട്ടുണ്ട്. പക്ഷേ മെനുവിലുള്ള ഐറ്റംസിന്റെ പ്രൈസ് 15 times കൂട്ടണ്ടല്ലോ, സിൻസ് യു ഗെറ്റ് എ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് ഫ്രം ലുലു. ഡെഫിനറ്റ്ലി അതിലെ പ്രൈസ് ഇറ്റ്സ് എ പ്രീമിയം ഔട്ട്ലെറ്റ്. പ്രൈസ് ഇസ് ഹയർ കമ്പയർ ടു ദി അതർ ഔട്ട്ലെറ്റ്സ്. പക്ഷെ ഒരിക്കലും 15 times അത്ര ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒന്നും ഒരിക്കലും ഉണ്ടായിരുന്നു. ഡിഫറൻസ് ഇസ് ആക്ച്വലി അത്രയും പ്രൊമിനന്റ് ലൊക്കേഷനാണ്, അത്രയും ഫുഡ് ഫോളിലുള്ള, ലോകത്ത് തന്നെ വളരെ ഏറ്റവും കൂടുതൽ ഫുഡ് ഫോളിൽ ഒരു മോളാണ്. ആ മോളിൽ ഒരു ഔട്ട്ലെറ്റ് പ്രൊമിനന്റ് ലൊക്കേഷൻ ഉണ്ടാകുമ്പോൾ റവന്യൂ ജനറേഷൻ ഈസ് ഗോണ ബി മച്ച് ഹയർ. നമ്മളെ ഫുഡ് കോസ്റ്റ് ഇസ് നമ്മളെപ്പോഴും ഒരു ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഏരിയകളാണ് ഇതൊക്കെ, കോസ്റ്റുകൾ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് അവിടെ പിന്നെ നമുക്ക് ഒരു ഷോപ്പിംഗ് മോളിലാകുമ്പോൾ കുറെ ഡിഫറൻസ് ഉണ്ട്. ഇഫ് യു കമ്പയറിംഗ് എ ഷോപ്പിംഗ് മോൾ വിത്ത് ഇൻഡിപെൻഡന്റ് ഔട്ട്ലെറ്റ് നോക്കുകയാണെങ്കിൽ കോമൺ എമിനിറ്റീസ് ഇങ്ങനത്തെ സാധനങ്ങൾ, കുറെ സാധനങ്ങൾ ഭയങ്കര ഈസിയാണ്. നമ്മൾ വേസ്റ്റ് കാര്യങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക്, പക്ഷെ അവിടെ നമ്മൾ കുറച്ച് കോസ്റ്റ് ഹയർ ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഇസ് ഹയർ, തിങ്സ് ആർ ഈസിയർ, റിലാക്സ്ഡ് വേ ഓഫ്. നമുക്ക് ബിസിനസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി കുറെ കാര്യങ്ങൾ മോൾ മാനേജ്മെന്റ് നോക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റെന്റ് മാത്രം നോക്കിയിട്ട് നമുക്കൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റെന്റ് ഇസ് ഡെഫിനറ്റ്ലി, അതാണ് പറഞ്ഞത്, ഫീസിബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ആ ലൊക്കേഷനിൽ ആ കോൺസെപ്റ്റ് ഈസ് ഫീസിബിൾ. ഒരു റെസ്റ്റോറന്റ് നമ്മൾ തുടങ്ങി സക്സസ്ഫുൾ ആയി റൺ ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്നതാണ് കസ്റ്റമർ ആണ് നമ്മുടെ കിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുക? ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ചെയ്തു. നമ്മൾ കൂടുതൽ പല കാര്യങ്ങളും, പിന്നെ പ്രിവിലേജ്, കസ്റ്റമർ പ്രിവിലേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളും പലതും ബ്രാൻഡിൽ കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും ബേസിക്കായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗ്രില്ലാക്സ് വരുന്ന ഒരു കസ്റ്റമർക്ക് ദേ നോ വാട്ട് ടു എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ക്വാളിറ്റിയിൽ ഒരേ ടേസ്റ്റിൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് തന്നെ എപ്പോഴും പറയാറുള്ളത്, നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെൻ യു ഗോ ടു
കൺട്രീസ് ലൈക്ക് ജാപ്പാൻ, കൊറിയ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് കൾച്ചർ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അവർ ഫുഡ് കൾച്ചർ. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് വരെ അറിയാത്ത രീതിയിലുള്ള സ്മെല്ലും ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ ബ്രാൻഡുകൾ അതിനൊക്കെ മാറ്റി നിർത്താൻ എപ്പോഴും വെൻ യു നോ എ ബ്രാൻഡ്, ഫോർ എക്സാമ്പിൾ KFC അല്ലെങ്കിൽ McDonald's, അവിടെ എന്ത് കിട്ടും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. നമുക്ക് തോന്നുന്നു ഓക്കെ ഗ്രില്ലാക്സ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ വി നോ വാട്ട് ടു എക്സ്പെക്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം. അത് കുറെ ആൾക്കാർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന സാധനമാണ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ എവിടെ പോയാലും ഗ്രില്ലാക്സിന് ഒരേ ടേസ്റ്റിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് ആൻഡ് യു ഡോണ്ട് ഹാവ് ഷെഫ്സ്. അപ്പോൾ അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അതാണ് ഞാൻ ഇനീഷ്യലി നിങ്ങൾ പറഞ്ഞത്. We use a lot of precision machineries and a little bit of technology. So it's കാരണം മനുഷ്യന്മാര് കുഴച്ച് പിടിച്ചുണ്ടാക്കുന്നതല്ല. ഒരു മനുഷ്യന്മാരുണ്ടാക്കുന്ന സമയത്ത് when I make it, it's going to be a different taste. When you make it, masala is going to be കുറച്ച് കൂടും, കുറച്ച് സ്പൈസിനെസ് കൂടും. നമുക്ക് we've got precision machineries. ആ precisionൽ ആ സാധനം വന്ന് അത് അങ്ങനെ തന്നെ വരുള്ളൂ. അതുകൊണ്ട് there's no chance you will get a different taste. ഉള്ള സാധനം സ്ഥലത്ത് നിന്ന് കിട്ടാനൊരു ചാൻസ് പോലും ഇല്ല. ഓക്കെ. അപ്പോൾ കസ്റ്റമർ റിട്ടൻഷൻ എന്നുള്ളൊരു ആസ്പെക്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും മെയിൻ തിങ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ഞാൻ വീണ്ടും പോകുന്നത് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. വേറെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങളുടെ സൈഡിൽ നിന്ന്? ഇപ്പോൾ ഒരു മെനുവിൽ എന്തെങ്കിലും റീ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ പ്രൈസിങ്ങിലുള്ള റീ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന രീതികളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ റീഡിസ്കവറിയോ? നമ്മൾ ഈ പറഞ്ഞ പോലെ വി ആർ ഓൾവേസ് വിത്തിൻ ദാറ്റ് കോൺസെപ്റ്റ്. ഗ്രിൽ ഫുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ. വി വുഡ് നോട്ട് ഗോ എനിവേർ ഔട്ട്സൈഡ് ദാറ്റ്. ആ ഒരു ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല. പക്ഷേ പറഞ്ഞ പോലെ തന്നെ വി ട്വീക്ക് ആ മെനു എവറി നൗ ആൻഡ് ദെൻ. ഇൻ ദി സെൻസ് വി ബ്രിങ് സം ന്യൂ മെനു. പക്ഷെ മെനു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും സാധനം റിമൂവ് ചെയ്യും. അല്ലാതെ വി ഹാവ് നോ പ്ലാൻ ടു ആക്ച്വലി ബ്രിങ് ഭയങ്കര വലിയൊരു മെനു ആക്കാനുള്ള ഒരു പ്ലാൻ. അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത്. കാരണം വി നീഡ് ടു ഹാവ് ഒരു ലിമിറ്റഡ് സാധനം. ആൾക്കാർക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് കിട്ടുമെന്ന് അറിയാൻ പറ്റണം, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് എക്സ്പീരിയൻസ് അറിയാൻ പറ്റണം. അതാണ് ഞങ്ങളുടെ കോൺസെപ്റ്റിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ഗ്രില്ലാക്സിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് അവർക്ക് അറിയണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ നമ്മൾ കുറേ ഇപ്പം നമ്മൾ വെൻ യു ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ മെനു, if you're keeping every other menu, every like second month or something, we have a new menu coming in, which is going to be inside that concept line and avullu grill nana concept. പക്ഷെ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. വരുമ്പോൾ നമ്മൾ ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ we are going to be like a fine dine restaurant. ഭയങ്കര vast variety of menu ഉണ്ടാവുന്ന സ്ഥലം. We don't want that to happen because we need our restaurant to be global brand and we need to have a presence all over the world. അങ്ങനത്തെ പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പുതിയ സാധനം കൊണ്ടുവരുമ്പോൾ അതിന്ന് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യും. പിന്നെ മാത്രമല്ല പറഞ്ഞ പോലെ തന്നെ സെർവിങ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ കോമ്പോസ് കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ വി ഫൈൻഡ് ഔട്ട് നമ്മൾ എപ്പോഴും ഡാറ്റാസ് ലൈക്ക് എനി അതർ ബിസിനസ് ഡാറ്റാസ് വെരി ഇമ്പോർട്ടൻസ്. അപ്പോൾ വി കീപ് നമ്മൾ എപ്പോഴും ആ ഒരു ഡാറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നതാണ്. അപ്പം വെൻ വി ഫൈൻഡ് ദാറ്റ് എ പെർട്ടിക്കുലർ ഫുഡ് ഈസ് ആക്ച്വലി ബീൻ സെർവ്ഡ് അലോങ് വിത്ത് അനദർ ഫുഡ് അല്ലെങ്കിൽ കൺസ്യൂംഡ് അലോങ് വിത്ത് അനദർ ഫുഡ് കുറേ തവണ അങ്ങനെ എപ്പോഴും കഴിക്കേണ്ടതുണ്ടെങ്കിൽ വി മേക്ക് എ കോംബോ. ആ രണ്ട് സാധനം വെച്ചൊരു കോമ്പോസ് ആൻഡ് വി മാർക്കറ്റ് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദി കസ്റ്റമർ. അങ്ങനത്തെ കുറെ സ്ട്രാറ്റജീസ് ഡെഫിനറ്റ്ലി എല്ലാവരും പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യും. വി യൂസ് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഒരിക്കലും ഗ്രിൽഡ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ പുറത്തേക്ക് ഒരിക്കലും പോവില്ല. ഇതൊക്കെ ബേസിക്കലി സെറ്റ് ചെയ്തിട്ടുള്ള നമ്മള് ഇതിന്റെ ഫൗണ്ടിങ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇനീഷ്യലി സെറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അതിനെ നമ്മൾ ഒന്നും കൂടി എന്താ പറയാ ഒന്ന് പക്ഷെ അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ മെനു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഓവർ പ്രൈസിങ് അല്ലെങ്കിൽ ഇപ്പം സെർവർ പോലെ കോംപ്ലിമെന്ററി ഫുഡ് ഉള്ള ഒരു കോംബോ, അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യുന്നത് ശരിക്കും ഒരുപാട് റെസ്റ്റോറന്റ് സക്സസ് ആവാത്തതിന്റെ പിന്നിലെ കാരണങ്ങളും മെനു അല്ലേ. അപ്പം ഇതിനെ എങ്ങനെയാണ് ശരിക്കും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്? നമ്മള് ലോകത്തുള്ള ബിസിനസ്സുകളിൽ only 3% of the business actually start up with a global approach to തുടങ്ങണം. വളരെ കുറച്ച് ബിസിനസ് ഉള്ളൂ. അപ്പോൾ if you just have a global approach ഉണ്ടെങ്കിൽ തന്നെ you're much ahead of a lot of other people. കുറേ ആൾക്കാർ മുന്നിലാണ് നമ്മൾ ഓൾറെഡി. അപ്പോൾ കുറേ ആൾക്കാർക്ക് പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവണമെന്ന് വെച്ചിട്ട് തുടങ്ങുന്ന സമയത്ത് they actually start with a very limited menu. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇവിടെ പൊറോട്ട ഇല്ലേ, ചപ്പാത്തി ഇല്ലേ, ചിക്കൻ കറി ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് കുറെ ആൾക്കാർ ഇറങ്ങി പോവുകയും ചെയ്യും. ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ഉണ്ടാവും. ഏതൊരു ഒരു ഈ പറഞ്ഞ ഒരു ലിമിറ്റഡ് മെനു ആയിട്ട് തുടങ്ങുന്ന ഒരു ഗ്ലോബൽ അപ്രോച്ചോട് തുടങ്ങുന്ന ഏത് റെസ്റ്റോറൻറ്റും ഫേസ് ചെയ്യണ ഉറപ്പായിട്ടും ഫേസ് ചെയ്തിട്ടുണ്ടാവുന്ന സിറ്റുവേഷൻ ആണിത്.
എന്താണ് വൈദ്യൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് പരിപാടികളിലൂടെ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഈ സാധനം നമ്മൾ കേൾക്കും. ഈ കേൾക്കുന്ന പറ്റി ഓൺലി എ പാഷനേറ്റ് ഓണ്ടർപ്രനർ ഹു ഹാസ് ഗോട്ട് എ ഗ്ലോബൽ അപ്രോച്ച് ക്യാൻ സസ്റ്റെയിൻ ദാറ്റ് കൈൻഡ് ഓഫ് കമന്റ്സ്. അങ്ങനത്തെ കമന്റ്സ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുക ഒരു ഗ്ലോബൽ അപ്രോച്ച് ഉള്ള ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഗ്ലോബൽ ബ്രാൻഡ് ആക്കണം എന്നുള്ള ഉറപ്പുള്ള ഫൗണ്ടേഴ്സിന് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റും. ഇപ്പം മുഹമ്മദ് ഷെരീഫ് ആണെങ്കിലും അബ്ദുൽ ഗഫൂർ ആണെങ്കിലും ഒക്കെ അവർ ഓൾറെഡി മെയ്ഡ് എ ഡെസിഷൻ ടു മേക്ക് ഇറ്റ് എ ഗ്ലോബൽ ബ്രാൻഡ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനുകളൊക്കെ എക്സ്പെക്ട് ചെയ്താണ് അവർ. ഇങ്ങനെ നമ്മൾക്കും ഉണ്ടായിട്ടുണ്ടോ, ഇവിടുത്തെ കൊടുത്ത് ഇതെങ്കിലും കൊടുത്തൂടെ അതെങ്കിലും കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കണേ. പക്ഷെ അതിൽ നിൽക്കാൻ പറ്റുന്ന ബ്രാൻഡുകൾ വളരെ കുറച്ചുള്ളൂ. അപ്പൊ ബാക്കിയുള്ള കുറെ ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ബ്രോ ബിസിനസ് ഇട്ടുണ്ടെങ്കിൽ നടക്കൂല, നമുക്ക് ഇതെങ്കിലും ഇതിന്റെ കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞോട് കൂടി the entire business plan is actually broken into pieces. പിന്നെ അത് ഗ്ലോബൽ അല്ല. It's like any other regular restaurant. പ്രോപ്പർ ആയിട്ടുള്ള വിഷൻ ഉണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും. അത് any business, if you take any other business, you know, if you've got a plan, you need to stick to the plan. You need to stick to the plan എന്ന് പറയുന്ന സമയത്ത് ആസ് എൻ ഓണ്ടർപ്രനർ എവരിബഡി ഹാസ്, നമുക്കൊക്കെ ഓണ്ടർപ്രനേഴ്സ് ആണ്, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, വി ഹാവ് ടു ബി വെരി ഫ്ലെക്സിബിൾ ആസ് എൻ ഓണ്ടർപ്രനർ ഇൻ ദ സെൻസ് നമുക്ക് വി ഹാവ് എൻ ഐഡിയ ആൻഡ് യു ആർ റിയലി കൺവിൻസ് ദാറ്റ് ഐഡിയ ഇസ് ഗോണ വർക്ക് ഔട്ട്. നമുക്ക് മനസ്സിലായി വി സ്റ്റാർട്ടഡ് ഡൂയിങ് ദാറ്റ് ബിസിനസ്. ചിലപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഐഡിയ ഇസ് നെവർ ഗോണ വർക്ക്, ഒരിക്കലും വർക്ക് ചെയ്യില്ല. നമുക്ക് മനസ്സിലാവും ഫാക്ടുകൾ വെച്ചിട്ട്, നമ്മുടെ ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഓണ്ടർപ്രനേഴ്സ് they emotionally connected to that particular business. They never stop. പല കാരണങ്ങൾ കൊണ്ട് സൊസൈറ്റി അവരെന്ത് പറയും ഞാനത് ക്ലോസ് ചെയ്തിട്ട്, ഇവരെന്ത് പറയും ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നീ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് they run that business for 5, 6, 7, 8 years. വലിയൊരു ലോസിലേക്ക് ഫെയിൽഡ് എന്റർപ്രൈസർ ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിന്റെ കണ്ണിൽ അവര് ഒരുപാട് അതും റിക്കവറി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരത് റൺ ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ പറയുന്നത് ആസ് എൻ ഓണ്ടർപ്രനർ you need to be really, you need to stick to your plan for sure. If a business is going to work out, you need to work for that business. ഒരിക്കലും give up ചെയ്യരുത്. പക്ഷെ the moment you understand that this is not going to work out, you need to have your, you know, keep that mindset to stop that business and start from the scratch. അതില്ലാന്നുണ്ടെങ്കിൽ ഏത് ബിസിനസ് ആയി കഴിഞ്ഞാലും. ഓക്കെ, ഗ്രില്ലാക്സിന്റെ കേസിലേക്ക് വരുമ്പോൾ സ്കെയിലിംഗ് അപ്പ് എന്നുള്ളത് എന്താ പറയുക കംപ്ലീറ്റ് ഒരു ഫ്രാഞ്ചൈസ് മോഡലാണ് റിലാക്സ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡു യു റിയലി തിങ്ക് ദാറ്റ് ഫ്രാഞ്ചൈസിങ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ടു ഗോ ഹ്യൂജ്? I mean, scale it out. In my opinion, that is ഒരു നമുക്ക് ഭയങ്കരമായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ that is actually the kind of only option. If you really want to run your business everywhere in the world. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്ത വേറൊരു ടീമായിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാഞ്ചൈസി ഓപ്ഷൻ അവർ കുറച്ച് പേടിയാണത്. അങ്ങനെ ചെയ്താൽ നമ്മളെ ക്വാളിറ്റി കുറയോ, അത് നമ്മളെ ബ്രാൻഡിനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതിനെങ്ങനെയാണ് റിലാക്സ് കവർ ചെയ്യുന്നത്? ഞാനൊരു പെർട്ടിക്കുലർ ബ്രാൻഡിനല്ല പറയുന്നത്. ആരായി കഴിഞ്ഞാലും സർട്ടൻ ടൈപ്പ് ഓഫ് ബിസിനസ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ റെസ്റ്റോറൻറ്റ് മേ ബി ദാറ്റ് ബിസിനസ് അങ്ങനെ റൺ ചെയ്യാൻ പറ്റാത്ത ബിസിനസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി കൊടുക്കാൻ പറ്റില്ല. കാരണം ദാറ്റ് ഈസ് എ ഹ്യൂമൻ ഡിപെൻഡന്റ് റെസ്റ്റോറൻറ്റ്. ഒരു ഷെഫ് ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡിപെൻഡന്റ് സ്റ്റാഫ് ഡിപെൻഡന്റ് റെസ്റ്റോറൻറ്റ് യു ക്യാൻ നെവർ ഗിവ് എ ഫ്രാഞ്ചൈസി എ ഹ്യൂമൻ ഡിപെൻഡന്റ് റെസ്റ്റോറൻറ്റ്. കാരണം അവിടെ ഹ്യൂമൻ തന്നെ വരണം. അപ്പൊ നമ്മൾക്ക് പറ്റിയിട്ടുള്ള ഹ്യൂമൻ അവിടെ ഇല്ലെങ്കിൽ, ഷെഫ് ഷെഫ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം അതുപോലെ വർക്ക് ആവില്ല. പക്ഷെ അതുകൊണ്ട് പറഞ്ഞത് ബിസിനസ്സസ് ലൈക്ക് ആസ് നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസിയും ടേസ്റ്റും ക്വാളിറ്റിയും ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാക്കണമല്ല. In the sense that we've got a proper system and the back end is just a system. But wouldn't that make your business easily to copy? നമ്മളുടെ പാഷൻ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല. പക്ഷെ the business പ്ലാൻ, ഒരു ഗ്ലോബൽ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന എല്ലാവരുടെയും റെസ്റ്റോറൻറ്റിന്റെ എല്ലാവരുടെയും പ്ലാൻ ഇത് തന്നെയാണ്. It is easily copyable. We have copied from, you know, McDonald's, we have copied from KFC, we have copied from a lot of other brands. Appo everybody can copy anything, but you cannot really, you know, നമ്മുടെ പാഷനെ കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പൊ പാഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൗണ്ടിങ് ഡയറക്ടേഴ്സിന്റെ പാഷൻ, ദി ആർ ഇൻ ടു ദിസ് ഫുഡ്. ഈ നമ്മള് ഗ്രില്ലാക്സ് എന്ന് പറയുന്ന നമ്മുടെ 4 പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്, ഇതിൽ 2 പാർട്ട്നേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മുഹമ്മദ് ഷെരീഫ്, അബ്ദുൽ ഗഫൂർ, ദി ആർ ഇൻ ടു ദിസ് ഇൻഡസ്ട്രി ഫോർ എ വെരി ലോങ് ടൈം, 20 odd years. അതിലും കൂടുതൽ ഇയേഴ്സ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ച് ഫുഡ് മാത്രം അറിയണ, ഫുഡിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന, ഫുഡിനെ അത്രയും പാഷനേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് ആകുമ്പോൾ ദാറ്റ് ഹാസ് ഗോട്ട് എ പാഷൻ ദാറ്റ് കൻ നെവർ ബി
സ്റ്റോളൻ. പാഷൻ Okay. ഒരിക്കലും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പാഷനും അതിൻ്റെ കൂടെ ഒരു ഗ്ലോബൽ അപ്രോച്ചും ഉണ്ടാവുന്നതാണ് ഒരു ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു പാഷൻ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫുഡ് ടെക് കമ്പനി ആയപ്പോൾ വളർന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ജൈറ്റെക്സിൽ വരെ ഒരു പാട്ടാവാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും ഗ്രില്ലാക്സിന്. ആക്ച്വലി ഒരു ഫുഡ് റെസ്റ്റോറന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എത്തിയിട്ട് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ ഒരു ഫുഡ് ടെക് ബിസിനസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഈ ഒരു ടെക്നോളജി എക്സ്പോ ജൈറ്റെക്സ് എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും? ജൈറ്റെക്സ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഒരു വൺ വേർഡിൽ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് വി വർ ദി ഓൺലി റെസ്റ്റോറൻറ്റ് present in that Jaitas and entire technology exhibition. We were the only restaurant. അപ്പോൾ Why? How? നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഗ്രില്ലാക്സ് ഇത് റെസ്റ്റോറൻ്റ് അല്ലേ, നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ, നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ സ്റ്റോൾ കിട്ടിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ ടാസ്ക് ടു കൺവിൻസ് ദി എക്സിബിറ്റേഴ്സ് ദാറ്റ് നമുക്കൊരു സ്റ്റോൾ കിട്ടിയതാണ് എളുപ്പമല്ല ജൈറ്റെക്സിൽ. ആസ് എ റെസ്റ്റോറൻറ്റ് ഇറ്റ് ഇസ് നോട്ട് ഈസി. ഇഫ് യു ആർ എ ടെക്നോളജി കമ്പനി യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് ഇൻ എ സ്റ്റോൾ ഇൻ ജൈറ്റെക്സ്, ബട്ട് ഫോർ us it wasn't easy to get a stall in ജൈറ്റെക്സിൽ കിട്ടാൻ എളുപ്പമായിരുന്നില്ല. അപ്പോൾ we've actually given them the entire story, why we are a food tech company, how we are running our business, how we can run chef ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്. And they were convinced that we are a food tech company, and that's how we got നമുക്കൊരു സ്റ്റോൾ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളുടെ stall was one of the busiest stalls in that area. Everybody wants to know why a restaurant. Exactly that. The branding perspective, that has been a huge success, and people came to us. They really wanted to know. They were curious to know what the hell the restaurant is doing here. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എക്സാക്ട്ലി. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ജൈറ്റെക്സിൽ അങ്ങനെ ഒരു എക്സിബിറ്റർ ആയിട്ട് എത്തിയത് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. We want the entire world to know that we are a global business and we are a food tech company. Anybody can actually run a franchise, not just a restaurateur. Even if you're a software engineer or you're from any walks of life, you can easily take a franchise. It's not like you have to be a restaurateur. A restaurateur ku matram run cheyan pattilla oru saanalla. If you're passionate about our brand, you can actually take a brand and run a brand without any hassle. So ഈ ജൈറ്റെക്സിലെ പാർട്ടിസിപ്പേഷൻ ശേഷം നിങ്ങൾക്ക് യുഎയിൽ നിന്നുള്ള എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളൊക്കെ വന്നിട്ട്? UAE is actually exactly UAE is open for us, and we're going to have our multiple outlets open in UAE very soon. Hopefully within a week or so, we're going to be traveling to UAE. Our discussions already open. Right. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളെ ലോയൽ കസ്റ്റമറാണ്. എനിക്കൊരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യണം ഗ്രില്ലാക്സിൻ്റെ. What should I do? What are the steps? എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ മുന്നേ കയ്യിൽ കരുതേണ്ടത്? എന്ത് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ വേണം? ഏതൊക്കെ ലൊക്കേഷൻ നിങ്ങൾ അപ്രൂവ് ചെയ്യും? എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ തിങ്? ഈ പറഞ്ഞ പോലെ qualification or you're coming from any particular industry, it doesn't really matter. We don't really care if you're coming from any walks of life, which is fine for us. The most important thing is നമുക്ക് 2 മോഡലാണുള്ളത്, FOFO and FOCO. 2 മോഡലാണ് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. FOFO എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ്, ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. The difference is actually if you're actually running a FOFO franchise, franchisee on franchisee operator ആണെങ്കിൽ you're going to be running your business. Complete HR responsibility എല്ലാം നിങ്ങളാണ് റൺ ചെയ്യുക. പക്ഷേ based on our SOP, we have a standard operating procedure which tell you everything and each and everything about the restaurant. എങ്ങനെയാണ് കിച്ചൺസ് സ്റ്റാഫ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇന്ന കാര്യം ചെയ്യേണ്ടത്, സർവീസ് സ്റ്റാഫ് എങ്ങനെയാണ് കസ്റ്റമറോട് സംസാരിക്കേണ്ടത്, ഇൻക്രിമെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഇൻസെന്റീവ്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജിന്റെ ടോൺ എങ്ങനെ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ we have got a very detailed standard operating procedure. So if you're running a FOFO franchise, you're going to be running your restaurant as your own, but based on നമ്മളുടെ standard operating procedure അനുസരിച്ചിട്ട് നിങ്ങൾ റൺ ചെയ്യും. But we will definitely have a watch on your restaurant all the time. We'll make sure that you're actually നമ്മളനുസരിച്ചിട്ട് തന്നെ റൺ ചെയ്യുന്നത്. We'll have a random checks. We'll have a നമ്മളുടെ റെസ്റ്റോറൻറ്റ് മാനേജേഴ്സ്, നമ്മുടെ മാനേജേഴ്സിന്റെ വിസിറ്റ് ഉണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ you're going to be responsible for everything. But if you're running a franchisee on company operated FOCO franchise, you're going to be the franchisee owner. പക്ഷേ ആ ബിസിനസ് റൺ ചെയ്യുന്ന നമ്മളാണ്. അവിടുത്തെ HR, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഫിനാൻസ്, നിങ്ങളുടെ അക്കൗണ്ട്സ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വി ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിംഗ്, അവിടുത്തെ ഇൻവെന്ററി, അവിടുത്തെ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മളാണ് ചെയ്യുക. പക്ഷേ യു ഗോണ ബി ദി റെസ്റ്റോറൻറ്റ് ഓണർ. ഇത് 2 കേസിലും പിന്നെ ഫ്രാഞ്ചൈസി ഫീലൊക്കെ ഡിഫറൻസ് ഉണ്ട്. If you're taking more profitable actually.
ഡിപ്പെൻസ് ആയിരിക്കും അല്ലേ ഒരു Profitability has got no connection with this 4-4 FOCO. അത് ഏതായി കഴിഞ്ഞാലും profitability is exactly the same. The difference is actually നമ്മൾ ഫ്രാഞ്ചൈസി ഫീ ആയിട്ട് വാങ്ങിക്കുന്നത് 4-4 ആണെങ്കിൽ, കാരണം you're going to be putting a lot of effort. 4-4 ആണെങ്കിൽ ഫ്രാഞ്ചൈസി ഓൺ ഫ്രാഞ്ചൈസി ഓപ്പറേറ്റർ നിങ്ങൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രാഞ്ചൈസി ഫീ തന്നെ 8 lakh rupees-ഉം നിങ്ങൾ നമുക്ക് തരുന്ന റോയൽറ്റി എന്ന് പറഞ്ഞാൽ 5% ആണ്. ഓക്കെ 4-4 ആണെങ്കിൽ 5% ഓൺ റവന്യൂ ഓൺ റവന്യൂ ഇൻ എ മന്ത്. ഓക്കെ അതാണ് നിങ്ങൾ ഒരു 4-4 റൺ ചെയ്യുന്നത്. ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് അതിനേക്കുള്ള ഫ്രോസൺ ഐറ്റംസ് ഒക്കെ നിങ്ങൾ തന്നെ അതെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഞാൻ പറയുന്നത് നമ്മൾ ഈവൻ ഈ ഫോക്കോസ് exactly the same. There's no difference at all. The only difference is you're going to be responsible for a lot of things. ഞങ്ങൾ നിങ്ങളോടാണ്, നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളാണ് റൺ ചെയ്യുക. പക്ഷേ നമ്മളുടെ മീറ്റ് നമ്മളുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ വെജിറ്റബിൾസ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളുടെ SOP അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുക. ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ക്വാളിറ്റി വൈസ്, ടേസ്റ്റ് വൈസ് ഒരു ഡിഫറൻസ് ഒരിക്കലും വരില്ല. ഫോഫ് ആണെങ്കിൽ ഫോക്കോ, പക്ഷേ ഫോഫ് ആണെങ്കിൽ യുവർ എഫേർട്ട് ഇസ് ഗോണ ബി മച്ച് മോർ ദാൻ ഫോക്കോ. ഫോക്കോ നമ്മളെല്ലാം ഓപ്പറേഷൻ ചെയ്യും. ഇപ്പൊ ഫോക്കോ ആവുന്ന സമയത്ത് നമ്മളെ ഫ്രാഞ്ചൈസി ഫീ പറഞ്ഞാൽ 10 lakh ആണ്. ഇപ്പോൾ ഫ്രാഞ്ചൈസി ഫീ 10 lakh ആണ്. അതുപോലെ നമ്മളുടെ റോയൽറ്റി എന്ന് പറഞ്ഞാൽ 8% ആണ്. അപ്പോൾ 5-8 ആവും. 5% ഉള്ളത് 8% ആവും. 8 lakh ഉള്ളത് 10 lakh ആവും. ഇതാണ്. സോ മെഷീനറീസ് ആണെങ്കിലും നിങ്ങളുടെ ട്രെയിനിങ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്തുതരും. അപ്പോൾ ലൊക്കേഷൻ്റെയും പിന്നെ ഈ സ്പേസിൻ്റെ ഒക്കെ കേസ് എങ്ങനെയായിരിക്കും? രണ്ട് കേസാണെങ്കിലും up to starting a restaurant is exactly the same. There's no difference. We won't give you a restaurant if you're actually coming from a location where our concept is not feasible. We will never give you a franchise. പറഞ്ഞാൽ അത് നമ്മളെ ബ്രാൻഡിനെ ബാധിക്കുന്നവരാണ്. If you're starting a restaurant in a place where our concept is not going to work out, നമ്മളെയാണ് അത് ബാധിക്കുക. അതുകൊണ്ട് we will never give you that franchise. But if നിങ്ങളുടെ ലൊക്കേഷൻ ഭയങ്കര ഫീസിബിൾ ആയ ലൊക്കേഷനാണ്, തരും. പിന്നെ deciding if you want a 4-4 FOCO, which is entirely up to you. If you have a passion to run a restaurant and if you really want to spend your whole time in that restaurant, നിങ്ങളുടെ ടീമിനെ വെച്ച് റൺ ചെയ്യണമെങ്കിൽ that is going to be ഒരു 4-4. അതല്ല, ഇഫ് യു വോണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് എടുക്കണം, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും, നിങ്ങൾ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫോക്കോ. അപ്പോൾ ഫ്രാഞ്ചൈസിൻ്റെ ഓപ്ഷൻ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു KFCൻ്റെ മക്ഡൊണാൾഡ്സിൻ്റെ ഒക്കെ ഒരു സെയിം ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്, ഒരു ഗ്ലോബൽ അപ്രോച്ചാണ് ഗ്രില്ലാക്സ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു KFC പോലത്തെ ഒരു ബ്രാൻഡൊക്കെ എനിക്ക് ഫ്രാഞ്ചൈസ് എടുക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഹയർ ഇസ് ദാറ്റ്? നിങ്ങൾ ഈ പറഞ്ഞ ഇനീഷ്യൽ എമൗണ്ടും റോയൽറ്റി ഒക്കെ വരുമ്പോൾ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കുമോ? Much higher. I can't tell you the exact figure. It's going to be much higher because they've already a brand. They are a brand. They've actually built a brand. To own that brand, it takes a lot of money for sure. Of course, നമ്മളിപ്പോൾ ഇങ്ങനൊരു 10 outlets ആയി നിൽക്കുമ്പോൾ we would never say that we are a brand. ഒരിക്കലും ഒരു ബ്രാൻഡ് ആയിട്ടില്ല ഞങ്ങൾ. We are on the way to be a brand for sure. Once we are a brand, definitely the costs are going to be much higher, and people would be ready to take it because they're taking a very safe ആയിട്ട് brand എടുക്കുകയാണ്. അപ്പോൾ they are ready to actually pay that premium. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള കാലിക്കറ്റിലുള്ള ഇവിടെ കുറച്ച് ആൾക്കാരെ നമ്മൾ അറിയുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് you can't actually charge that premium. പക്ഷേ അത് രണ്ടും ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ ഹയർ പ്രൈസിൽ കൊടുത്താൽ എടുക്കില്ല. Once you are a brand, ഇത്ര ചെറിയ പ്രൈസിന് കൊടുത്താലും ആൾക്കാർ എടുക്കില്ല. കാരണം if you're a brand, you're definitely going to be expensive. People expect it to be expensive. KFC, McDonald's, anything you take it, it's going to be much higher. ഓക്കെ, ഞാൻ അതിലൊരു ചെറിയ ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയതാണ്. ഇപ്പോൾ KFC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തായ്ലൻഡ് പോയ സമയത്ത് അവിടെ കിട്ടുന്ന ചിക്കൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് KFCയിൽ. ഇന്ത്യയിൽ അത് ഡിഫറെൻ്റ് ആണ്. ഇനി UAE പോയാൽ അത് ഡിഫറെൻ്റ് ആണ്. സ്പെയിനിൽ പോയ സമയത്ത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് ആ ഒരു പ്രശ്നം ഞാൻ പറയുന്നത് ചലഞ്ച് ശരിക്കും ഗ്രില്ലാക്സിൻ്റെ കേസിലുണ്ടാവില്ല. അപ്പോൾ ഗ്രില്ലാക്സ് ഇവിടെ ഇന്ത്യൻസിന് ചിലപ്പം പെരി പോലത്തെ സാധനങ്ങളായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാകുക, കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള. അത് നേരെ ഇപ്പോൾ UK അല്ലെങ്കിൽ കാനഡയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒരു സ്വീറ്റർ വേർഷൻ ആയിരിക്കും. വെജിറ്റേറിയൻ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവര് പ്രോപ്പറായിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റിന് വ്യത്യാസമായിട്ടല്ലേ മെനുവിനെ റീ എഞ്ചിനീയറിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിത്തിൻ ദ കോൺസെപ്റ്റ് they do re-engineer മെനു ഒക്കെ റീഎഞ്ചിനീയർ ചെയ്യും. പക്ഷേ ഇതിൽ പറഞ്ഞത് ഭയങ്കര കറക്റ്റാണ്. If you go to Bangalore, Cochin, Calicut, if you have KFC from anywhere, tastes are actually slightly different. ഇതിന്റെ ഡിഫറൻസ് ആക്ച്വലി ചിക്കൻ്റെ ടെൻഡർനെസ്സിലും ചിക്കനിലാണ് കാര്യമായിട്ട് ഡിഫറൻസ്, നോട്ട് ദ മസാലാസ്.
ദ ഡിഫറൻസ് ആക്ച്വലി ചിക്കൻ മീറ്റിലാണ് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവാറുള്ളത്. കാരണം ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ കൺസിസ്റ്റന്റ് പ്രോസസ് ഉണ്ട്. പക്ഷെ ചിക്കനിലുള്ള മാറ്റങ്ങൾ കൊണ്ട് വി ഫീൽ ദ ഡിഫറൻസ്. ദാറ്റ് സോർട്ട് ഓഫ് ചേഞ്ച് ഈസ് ആക്ച്വലി എക്സ്പെക്റ്റഡ്. സ്പൈസസിൽ ഡിഫറൻസ് വരുന്നില്ലേ ഒരു കൺട്രി ഒക്കെ മാറുന്ന സമയത്ത്? ചില സ്പൈസുകൾ ചില രാജ്യത്ത് പിന്നെ അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ സാധാരണ ബ്രാൻഡുകൾക്ക് അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഇല്ല. കാരണം ഇഫ് യു ടോക്കിംഗ് അബൌട്ട് എ ബ്രാൻഡ്, KFC, ഞാനിപ്പോൾ ഓരോ ബ്രാൻഡിനെ എടുത്തില്ല, ഇഫ് യു ടോക്കിംഗ് അബൌട്ട് എനി ബ്രാൻഡ്സ്, ആ ബ്രാൻഡിന് ദേ ഗോട്ട് ഡെഫിനറ്റ്ലി ഒരു അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ അവർക്കുണ്ട്. അപ്പോൾ ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി വേൾഡ്, ദേ ഹാവ് ദ ചാനൽ ടു ആക്ച്വലി ബ്രിങ് ദാറ്റ് ടു ദി വേൾഡ്. പക്ഷേ ചെറിയൊരു സർട്ടൺ എക്സ്റ്റെൻറ്റ് ഇറ്റ് ക്യാൻ ഹാവ് ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവും. പക്ഷേ നല്ല ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒരിക്കലും ഉണ്ടാവില്ല. ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് എ റെസ്റ്റോറൻറ്റ് ഹിയർ, ഏതെങ്കിലും ഒരു ലോക്കലി വന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, ദുബായിലുണ്ട്. ഇഫ് യു ഗോ ടു ദീസ് ടു റെസ്റ്റോറൻറ്റ്സ് ആൻഡ് you would not find any similarity between their food. അവിടുത്തെ ഷെഫ് ഭയങ്കര അടിപൊളിയായതുകൊണ്ട് അവിടെ ഭയങ്കര അടിപൊളി കുറെ ഫുഡ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. പക്ഷെ അതുപോലത്തെ ഡിഫറൻസ് you will never see in any brands. ഒരു ബ്രാൻഡിന്റെ പെർട്ടിക്കുലർലി പറയാതെ പറഞ്ഞാൽ അത് ഇല്ലാതെ പറ്റില്ല. കാരണം അത് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ഷെഫ്. ദാറ്റ് ഷെഫ് ഈസ് ആക്ച്വലി ഭയങ്കര അടിപൊളി ഷെഫ് ആണെങ്കിൽ അവിടെ നല്ല ഫുഡ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഈ കസ്റ്റമർ സർവീസ് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ചോദിക്കുകയാണ്. ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം നിങ്ങളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ അവരെ എങ്ങനത്തെ രീതിയിലാണ് ഇതിനു വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് കസ്റ്റമർ ബിഹേവ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് നമ്മളൊരു ഗ്ലോബൽ അപ്രോച്ചുള്ള ബ്രാൻഡാണെന്ന് പറയുമ്പോൾ ട്രെയിനിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വിതൗട്ട് ട്രെയിനിങ് യു കാൻ റിയലി ഹയർ എനിബഡി. സോ നമ്മളെ ഇന്റർവ്യൂ പ്രോസസ് റിലേറ്റീവ്ലി കുറച്ച് ഭയങ്കര പെർട്ടിക്കുലർ ആണ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൾക്കാരെ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോബിന് എടുക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ വീവ് ഒരു ട്രെയിനിങ് പ്രോസസ്സിന് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതിൽ സ്റ്റാഫ് ട്രെയിനിങ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ will give them a proper training, what to communicate to the customers and how to respond to customer, what kind of tone you should be talking to a customer, how to respond to a particular kind of ചിലപ്പോൾ ഭയങ്കര ദേഷ്യം പിടിച്ചൊരു കസ്റ്റമർ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ്സ് എത്ര നീറ്റായിട്ട് ഇടണം, എങ്ങനെ ഇടണം, അത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി അത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് നമ്മുടെ സ്റ്റാഫ് ഹയറിങ്ങിലൊക്കെ. അപ്പോൾ ഈ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റാഫിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മളുടെ ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുള്ള ഒരു ഔട്ട്ലെറ്റ് നമ്മൾ സാധാരണ ഫോർ എക്സാമ്പിൾ ഇഫ് യു സ്റ്റാർട്ടിങ് പിന്നെ നമുക്കിപ്പോൾ ഓപ്പണിംഗ് ഉള്ളത് പെരുമ്പാവൂർ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ആണ്, തൃശ്ശൂർ വിത്തിൻ എ മന്ത്. ഈ രണ്ടും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റാഫിനെ ഇടുന്ന സമയത്ത് സാധാരണ അവിടത്തേക്ക് ഹയർ ചെയ്യുന്ന സ്റ്റാഫിനെ നമ്മൾ നമ്മുടെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുള്ള കുറച്ച് സ്ഥലത്ത് നമ്മൾ ഔട്ട്ലെറ്റുകളിൽ ഇട്ടിട്ട് we train them. We make sure that they understand the culture and the person. Even if you're giving a training to the staff about everything, ഒരു പേപ്പറിൽ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും to get exact feel of it, they need to actually experience it in a restaurant outlet. അപ്പോൾ നമ്മൾ എപ്പോഴും അവിടെ ഇട്ട് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത ശേഷമാണ് they actually go to new outlet. ശരിക്കും റെസ്റ്റോറൻറ്റ്സിന്റെ കേസിൽ നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് സ്റ്റാഫ് റിട്ടൻഷൻ ക്യാൻ വി എക്സ്പെക്ട്? നോർമലി റെസ്റ്റോറൻറ്റിന്റെ കേസ്, റിലാക്സിന്റെ കേസ് പറയാം. റിലാക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് അവർ സ്റ്റാഫ്സ് ഹാവ് ബീൻ വർക്കിംഗ് ഒരു 4 year ഓൾഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. കുറേ അധികം സ്റ്റാഫ് ഉണ്ട്, 3 years കൂടുതലായിട്ട് അവിടെ ഇപ്പോഴും ഉള്ളത്. വളരെ കുറച്ച് ആൾക്കാരെ പോകാറുള്ളൂ. കാരണം നമ്മളുടെ ഡെഫിനറ്റ്ലി യെസ്, നമ്മൾ റെസ്റ്റോറൻറ്റ് മാനേജേഴ്സിനെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദേ ഹാവ് ഗോട്ട് a lot of capacity to actually run that restaurant in a way they can take a lot of decisions. ഇതൊക്കെ ഒരു നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ബേസിൽ വരുന്നതാണ്. പക്ഷേ we consider them as a restaurant owners. And അവരുടെ ഇൻസെന്റീവ്സ്, ഈവൻ അവരുടെ സ്റ്റാഫിന്റെ ഇൻസെന്റീവ്സ് ഒക്കെ everything has been written carefully. They understand how to give it, when to give it and everything. സൊമാറ്റോ, സ്വിഗ്ഗി, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പൊട്ടാഫോ, കുറേ പേരുണ്ടല്ലോ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി എങ്ങനെയായിരിക്കും? അഗ്രിഗേറ്റേഴ്സ് ഡെഫിനറ്റ്ലി കുറേ അധികം റെസ്റ്റോറൻറ്റ്സിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ പറയുന്ന ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫുഡ് ദേ സെർവ്. ഫോർ എക്സാമ്പിൾ ഒരു സാൻഡ്വിച്ചുകൾ, ഒരു 1 bite എടുക്കുന്ന മെനു പോലത്തെ സാധനങ്ങൾ, റോൾസ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ
definitely aggregators are very, very important. Instead of having their own team of delivery boys or something, they can actually use them. Even though they're giving നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു വലിയൊരു ചങ്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും they can be useful for lot of restaurants. നമുക്കും we are using almost all the aggregators, Zomato, Swiggy, you take it, but have anything, നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്, പലരും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ ഫുഡ് അധികം ഉണ്ട് നമുക്ക്, ഈവൻ വി ഹാവ് റോൾസ് ആൻഡ് എവറിത്തിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെനു ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ പ്രീ ഗ്രില്ലിങ്ങിന് അത് ഫ്രഷ് ആയിട്ട് ഗ്രിൽ ചെയ്ത് കൊടുക്കണമായതുകൊണ്ട് to get that exact feel of our grilled food, one should come to the restaurant. One should come to the restaurant and dining in from there. പക്ഷെ ഡെലിവറി നമുക്ക് നല്ലോണം ഉണ്ട്. ഞാൻ പറയുന്നത് to get the exact feel of it, അതായത് നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ to come to the restaurant. പക്ഷെ aggregators are important to be using them. ഞാൻ ചോദിക്കുന്നത് നിങ്ങളും ഈ അഗ്രിഗേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഓവർ ദ ടൈം. ഹൗ ഈസ് ഇറ്റ്? ഞാൻ ചില റെസ്റ്റോറൻറ്റ്സിന്റെ ഒക്കെ കേസ് കേട്ടിട്ടുണ്ട്, അവർ ഇനീഷ്യലി സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ലിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ കട്ട് ചെയ്തത് വേണ്ട, ആ ഒരു വഴിക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ വന്നായിട്ട് അവരുടെ ഫീസ് ഓവർ ദ ടൈം അവർ കൂട്ടി എന്നൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഞങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വലി. ഇനീഷ്യലി വി യൂസ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഡെലിവറി ബോയ്സ് ആൻഡ് വി യൂസ് ടു ഡു അവർ ഓൺ ഡെലിവറീസ്. നമുക്ക് അഗ്രിഗേറ്റേഴ്സിന് വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ വി സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. നിങ്ങൾ പറഞ്ഞ പോലെ ചാർജുകൾ അവർ കൂട്ടുക എന്ന് പറയുന്നത് ആ റെസ്റ്റോറൻറ്റ് അവർക്ക് നോട്ട് ഗിവിംഗ് ദം ഇനഫ് വാല്യൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കൂട്ടും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം we are a 4-year-old brand and we started with 1, then 2, then 3, then we gone up to 10. Now they're giving us a much better prices actually. They've actually reduced all their costs and all their commission and everything. They've reduced to ഭയങ്കര കുറച്ചിട്ട് നമുക്ക് ഭയങ്കര ഒരു നല്ല റിലേഷൻഷിപ്പാണ് ഇവരായിട്ടൊക്കെ ഉള്ളത് ആണെങ്കിൽ. ഈവൻ നൗ we've got our own delivery boys because പറഞ്ഞ പോലെ profitability is a very important factor. So നമുക്ക് നമ്മുടെ ഓൺ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന അത്ര പ്രോഫിറ്റ്. പുതുതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഈ ഫുഡ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ലേ? ആ ഒരു സോഴ്സ്, റവന്യൂ സോഴ്സ് ശരിക്കും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എക്സാക്ട്ലി. അത് ഇപ്പോൾ അഗ്രിഗേറ്റേഴ്സിന് പല ടൈപ്പ് റെസ്റ്റോറൻറ്റ്സിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹാവിങ് എ 10 ഡെലിവറി ബോയ്സ് ആൻഡ് ബൈക്സ് ആൻഡ് ദെയർ ഓവർഹെഡ്സ് ആൻഡ് എവറിത്തിങ്, ഇഫ് യു കമ്പയർ ഇറ്റ് ആഡിങ് ദാറ്റ് പ്രൈസ് നമ്മൾ ഫുഡ് കോസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ it's going to be much more than commission. നമ്മൾ പേ ചെയ്യുന്ന ആ കമ്മീഷനെക്കാളും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ aggregators are very important. They are actually playing a huge ഒരു നല്ലൊരു റോളാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്. Since we are talking about profitability, ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്ന വലിയൊരു ആസ്പെക്ട് ആണല്ലോ. ആക്ച്വലി നമുക്കറിയാം, റോഡ് സൈഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് പല സ്ഥലത്തും റെസ്റ്റോറന്റിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് വലിയൊരു പ്രോബ്ലം അല്ലേ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറന്റ് ഫേസ് ചെയ്യുന്നത്? ഹൗ ഡു യു മാനേജ് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രില്ലാക്സിന്റെ ആ ബിസിനസിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ്പെക്ട് ആണ്. ആൻഡ് ദ ബ്യൂട്ടി ഫോർ ബിസിനസ് ഇസ് we've almost nullified the food wastage. നമുക്കത് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ ഭയങ്കര എന്തൊക്കെ ചെയ്യണത് കൊണ്ടല്ല, ഞങ്ങളെ സെർവ് ചെയ്യുന്ന ഫുഡിന്റെ പ്രത്യേകതയാണ്. കാരണം പ്രീ ഗ്രിൽ കാരണം നമ്മൾ ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ we are grilling for them, we are actually keeping nothing ready for them. ഒരു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗ്രിൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ പ്രീ ഗ്രിൽ ചെയ്ത് അവിടെ വെച്ചിട്ട് പിന്നെ അത് ആള് വന്നില്ലെങ്കിൽ വേസ്റ്റ് ആവാന്ന കേസില്ല. അപ്പോൾ we have almost zero food wastage and that is directly proportional to നമ്മുടെ impacting the profitability of the business. ബിസിനസ്സിൽ സീറോ വേസ്റ്റേജ് ആണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഫുഡ് ടെക്കിൽ കൂടുതൽ ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഹ്യൂമൻ ഡിപെൻഡൻ്റ് ഇല്ല. പിന്നെ ഫുഡ് ടെക്കിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മളെ ടൈപ്പ് ഓഫ് ബിസിനസ്സിന് പ്രീ ഗ്രില്ലിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫുഡ് വേസ്റ്റേജ് ഇല്ല. പക്ഷെ ചില റെസ്റ്റോറൻറ്റിന് നമ്മൾക്ക് അറിയുന്ന പല വലിയ ബ്രാൻഡുകൾക്കും ദേ ക്യാൻ എക്സ്പെക്ട് ദ കൈൻഡ് ഓഫ് ബിസിനസ് ഇൻ എ പെർട്ടിക്കുലർ ഡേ. വീക്ക് ഡേയ്സിൽ ഏകദേശം എത്രയാവും, വീക്കെൻഡിൽ ഏകദേശം എത്രയാവും, അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ദേ ക്യാൻ ആക്ച്വലി കീപ് എൻ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഫുഡ് എവറി ഡേ. ആൻഡ് അതിനെക്കാളും കൂടുതൽ വരികയാണെങ്കിൽ ദേ ക്യാൻ സേ നോ ടു ദി കസ്റ്റമർ. നന്നായി റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ദേ സേ നോ ടു ദി കസ്റ്റമർ rather than wasting a lot of food. അപ്പോൾ വേറെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ദേ കൻ നോട്ട് റിലീവ്. കാരണം ഓരോ റെസ്റ്റോറൻറ്റിന് എത്ര ബിസിനസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേ കീപ് എ ലോട്ട് ഓഫ് ഫുഡ് റെഡി ഫോർ ദ കസ്റ്റമേഴ്സ്. ഒരു ദിവസം തീരെ ബിസിനസ് ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് അത് വേസ്റ്റ് ആവും. അപ്പോൾ എത്ര ബിസിനസ് ഉണ്ടെങ്കിലും ദിസ് വേസ്റ്റ് ഇസ് ഗോയിങ് ടു ഹാവ് വെരി നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദി പ്രോഫിറ്റബിലിറ്റി. റൈറ്റ്. ഗ്രില്ലാക്സ് ഫുഡ് ടെക് കമ്പനി ആയിട്ടാണ് നിങ്ങൾ എല്ലായിടത്തും ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആസ് എ ഫുഡ് ടെക് കമ്പനി ടെക്നോളജിയിൽ വരുന്ന പുതിയ ചേഞ്ചസിനനുസരിച്ച് ഫുഡ് ടെക് ഇൻഡസ്ട്രിയിൽ ഏത് രീതിയിലായിരിക്കും അത് ഇമ്പാക്റ്റ് ആവുക എന്നുള്ളതിനെ പറ്റി ഒരു ഓവർവ്യൂ ഉണ്ടാവുമല്ലോ. എസ്പെഷ്യലി ബ്രോ ഇവിടെ ഒരു മെറ്റാവേഴ്സ് കമ്പനിയിൽ ഡയറക്ടറാണ്.
അപ്പോൾ മെറ്റാവേഴ്സ് എന്നുള്ള ഒരു ടെക്നോളജി മാത്രം ഞാൻ പറയുന്നില്ല. അപ്പോൾ AI ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ് പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ബ്രോൻ്റെ ഒരു ഓവർവ്യൂവിൽ ഏത് രീതിയിലുള്ള ചേഞ്ചസ് ആയിരിക്കും വരുന്നത്? ഇനി അത് ഗ്രില്ലാക്സ് എങ്ങനെയായിരിക്കും നിങ്ങളെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് നമ്മളുടെ ഒരു എക്സ്പാൻഷൻ പ്ലാനിൽ ടെക്നോളജീസ് പ്ലേയിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. We have a plan to actually integrate a lot of technology to our business, artificial intelligence ആണെങ്കിലും augmented അപ്പോൾ reality. ഓൾറെഡി സ്റ്റാഫ് ഇല്ലാതെയാണ് ഏറെക്കുറെ റൺ ചെയ്യുന്നത്. അപ്പോൾ AI കൂടി വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു മെഷീൻ റണ്ണിങ് എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യാൻ. പക്ഷേ that's right. I mean അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് we've got such restaurants in വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ there is a limitation when it comes to using technology in a restaurant business, and we're all actually going to a restaurant to actually eat food, not to experience something. It's ഒരു എക്സിബിഷൻ ഒന്നും പോണ പോലെ അല്ല നമ്മൾ പോകുന്നത്. Actually we're going to eat that food. Our primary intention is to fill our stomach and eat something, and നമ്മളെ ഹംഗ്രിനെസ് തീർക്കാൻ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ if you're using a lot of technology in a restaurant, that would never be a restaurant. That is going to be an exhibition center or something. If you നമ്മൾ പോകും അങ്ങോട്ട് നമ്മൾ പോകും പറഞ്ഞാൽ നമ്മൾ പോയിട്ട് പറയും ബ്രോ നമുക്കൊന്ന് പിന്നെ അവിടെ പോയി ഭയങ്കര അടിപൊളിയാണ്, അവിടെ ഒന്നുമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ റോബോട്ടും കാര്യങ്ങളൊക്കെ. Maybe you go once, twice, maybe after a year, maybe you go with some other friend who has never seen such a restaurant. But you would never go regularly to have food from such a restaurant. They've got multiple technologies and complex technologies. You would never go there. But when you're using technology, you need to make sure that is യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാവ് എ ഡ്രാസ്റ്റിക് ഇമ്പാക്ട് ഓൺ ഓർഡറിങ് ദ ഫുഡ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ടെക്നോളജി അല്ലാത്ത ടെക്നോളജി മാത്രമേ അതിൽ വർക്കില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ടെക്നോളജി ഇസ് ഗോയിങ് ടു പിന്നെ മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ എ റെസ്റ്റോറൻറ്റ് ബിസിനസ്. പക്ഷേ ഈ പറയുന്ന നമ്മൾ കേൾക്കുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, US-ലാണെങ്കിലും പിന്നെ ബാക്കി വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ആണെങ്കിലും, അതൊക്കെ I personally I don't think they're restaurants. They're more of experience centers. You can go and have an experience. ഞാനിപ്പോ സാറിന്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ഈ ഗ്രില്ലാക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ? അപ്പോൾ അത് ഏതൊക്കെയാണ് ആക്ച്വലി? ഞാൻ പേഴ്സണലി ആക്ച്വലി കോൺസെപ്റ്റ് കൺസൾട്ടന്റ് ആണ്. ഞാൻ നമ്മൾ മാർക്കറ്റിലുള്ള ഗ്യാപ്പുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഗവൺമെന്റിനും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും കൊടുക്കാന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രോജക്ട് കോളേജ് സ്പോർട്സ് റിലേറ്റഡ് ഒരു എക്സ്പീരിയൻസ് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കമ്പനിയും MS ധോണിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അരുൺ പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലീഡിങ് സ്പോർട്സ് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, റിത്തി സ്പോർട്സ് എന്നാണ്. MS ധോണിനെ, സൈന നെഹ്വാളിനെ, അങ്ങനെ നമ്മൾ അറിയുന്ന കുറെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. MS ധോണിന്റെ ഫിറ്റ് ബൈ MS ധോണി എന്നാണ് MS ധോണിന്റെ ജിമ്മിന്റെ ബ്രാൻഡ്, 7th by MS ധോണി എന്നാണ് അപ്പാരൽ ബ്രാൻഡ്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി നമ്മളും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ ആണ് ഈ കമ്പനി. ഇത് വരാൻ പോകുന്ന ഇന്ത്യയിലെ 3 സിറ്റികളാണ്. അനൗൺസ്മെന്റ് ഇസ് ഗോയിങ് ടു ബി വെരി സൂൺ. അതിൽ പാർട്ട്നേഴ്സ് പറഞ്ഞാൽ നമ്മളുടെ ക്രിക്കറ്റ് ഹാർട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഹാർട്ട് സഞ്ജു സാംസൺ ഒരു പാർട്ട്ണറാണ്. പിന്നെ former world number 1 Saina Nehwal is a partner, stakeholder in that company. Then നമ്മുടെ ഇന്ത്യൻ ഓൾറൗണ്ട് ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ WPL സ്നേഹ് റാണ, he's a partner of the company. പിന്നെ കറന്റ് വേൾഡ് നമ്പർ 6 ഇന്ത്യൻ നമ്പർ 1 ബാഡ്മിന്റൺ പ്ലെയർ പ്രണോയ് HS is a partner of the business. So it's going to be beautiful. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള വൺ ഓഫ് എ കൈൻഡ് ഓഫ് ദ വേൾഡ് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണ്. ഹോപ്പ്ഫുള്ളി ഇപ്പൊ നമ്മൾ IPL സീസൺ ആയതുകൊണ്ട് പ്ലേയേഴ്സിന് ടൈം ഇല്ലാത്തതുകൊണ്ട് അനൗൺസ്മെന്റ് ഈസ് സ്ലൈറ്റ്ലി ഡിലേഡ്, ബട്ട് ദാറ്റ്സ് ഗോയിങ് ടു ബി അനൗൺസ്ഡ് very very short. So what exactly is the concept? What exactly is the business? ഞാൻ പറഞ്ഞത് ഇതൊരു യുണീക്ക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് അതിൽ ഒരു സ്പോർട്സ് എക്സ്പീരിയൻസ് സെന്റർ ആണ്. അതിനെക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് തരാണ് സിംപ്റ്റം ലിമിറ്റേഷൻ. പ്രോജക്ട് ഇസ് അബൌട്ട് ടു അനൗൺസ് and its announcement is going to be huge. It's going to be the national media and everywhere, so you will definitely know about it. Okay. അപ്പോൾ ഇതുവരെ ഗ്രില്ലാക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ CEO ആണ്, ഡയറക്ടറാണ്. പിന്നെ നമ്മളുടെ ഒരു മെറ്റാവേഴ്സ് കമ്പനിയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇതുവരെയുള്ള ഒരു ടൈമിൽ ബ്രോന്റെ ഏജ് എത്രയാണ്? അപ്പോൾ ഈ ഒരു കാലത്തിനിടയ്ക്ക് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ how do you feel? I mean, how are you when you're looking back? How do you I did my best എന്നൊക്കെ ഒരു ഫീലിംഗിലേക്ക് എത്തിയ പോലെ
Do you have more things? Experiments എന്ന് പറയുന്നത്. Yeah. അങ്ങനെ ഒരു വലിയ കാര്യം ഒന്നും ആക്ച്വലി ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോക്കസ് ഇസ് നോട്ട് ഓൾവേസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. മൈ ഫോക്കസ് ആക്ച്വലി ഡൂയിങ് സംതിങ് വിച്ച് ഐ കൻ എൻജോയ്. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. Right. ഐ ഡോണ്ട് ഡു എനി ബിസിനസ്. ഇഫ് യു ചെക്ക് എനി ബിസിനസ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകത ഇല്ലാത്തൊരു സാധനത്തിലും ഞാൻ ഇൻവോൾവ് ആവാറില്ല. എന്നാൽ ഒരു ട്രഡീഷണലി റൺ ചെയ്യുന്ന ഒരു ഗ്രോസറി അല്ലെങ്കിൽ ട്രഡീഷണൽ റൺ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് കമ്പനി, ഐ വുഡ് നെവർ ടച്ച് ഓൺ എനിത്തിങ് അങ്ങനത്തെ ഒരു സാധനത്തിൽ ഞാൻ ടച്ച് ചെയ്യാറില്ല. എന്തെങ്കിലും യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ അപ്രോച്ചുള്ള സാധനങ്ങൾ മാത്രമേ ടച്ച് ചെയ്യാറുള്ളൂ. പക്ഷെ ഇതുവരെ ഒന്നും തന്നെ ഭയങ്കര ഒരു സാധനം ചെയ്തു എന്നുള്ള തോന്നലൊന്നുമില്ല. പക്ഷെ എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് തന്നെ ചെയ്യാറുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഐ എം happy about the way things are actually shaping up. Okay. റിലാക്സ് പോലെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഡ്രീം ചെയ്യുന്ന ആളുകളോട് ഒരു 3 പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാം? അങ്ങനത്തെ ഒരു കാര്യം പറയാനുള്ള ഒരാളായിട്ട് ഞാൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ വലിയ ഡ്രീമുകൾ ഉണ്ടാവുക, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം സൂചിപ്പിച്ച പോലെ ഫോക്കസ് ഓൺ നമ്മുടെ എന്താണ് ചെയ്യാൻ നിൽക്കുന്നത്, യു ഹാവ് ഫുൾ ഫോക്കസ് ഓൺ ദ പ്രോജക്റ്റ്. എന്താണ് ചെയ്യുകയാണെങ്കിലും ഹാവ് ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലീഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനും പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ യു ഹാവ് ടു ഹാവ് ദാറ്റ് ഫ്ലെക്സിബിലിറ്റി ഇൻ യുവർ മൈൻഡ്. ലൈക്ക് ദ മൊമെന്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഈസ് നോട്ട് വർക്കിംഗ് ഔട്ട്, യു ഹാവ് ടു ഹാവ് ദാറ്റ് മൈൻഡ് സെറ്റ് ആക്ച്വലി സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ഇൻ എ ഡ്യൂ ഡയറക്ഷൻ. അതേ സാധനം നമുക്ക് വേറെ ഡയറക്ഷനിൽ പോകാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാതെ നമ്മളുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. കൺവിൻസ് യുവർ സെൽഫ് ദാൻ കൺവിൻസിങ് എവരിബഡി അറൗണ്ട് യു. യു കൻ നോട്ട് കൺവിൻസ് എവരിബഡി അറൗണ്ട്. യു ക്യാൻ കൺവിൻസ് യു. നമ്മളെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് ഫോക്കസ് ആയിട്ട് ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ചെയ്യാം എല്ലാവരും എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും എന്നോടും കൂടി പറയാനുള്ളത്. ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു. അടിപൊളിയാണ്.